ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എന്തുകൊണ്ട് ഹോം ടൗണിൽ നിന്ന് മാറി പുറമേ നിന്നിട്ടൊരു ജോബ് നോക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ ജോബ് ചെയ്യുന്നു, എന്തുകൊണ്ട് ഞാൻ അത്രയ്ക്ക് ഇൻട്രസ്റ്റഡ് ആണ് എന്നുള്ളതിനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയ്ക്ക് പിന്നാലെ കുറച്ച് ഇൻഫ്ലുവൻസ് ഉണ്ടായി. അത് എൻ്റെ ഇവിടെ എന്ന് വെച്ചാൽ ഹോം ടൗണിൽ തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഇൻസിഡൻസിൻ്റെ കാര്യം പറയാനാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. എന്താ പറയുക, വീഡിയോയ്ക്ക് പിന്നാലെ എന്ന് പറഞ്ഞാൽ വീഡിയോയ്ക്ക് പിന്നാലെ കുറച്ച് ഇൻസിഡൻസ് ഉണ്ടായി. ഞാനിവിടെ നിൽക്കുമ്പോഴത്തേക്ക് എനിക്ക് കോൾ വരുന്നു. ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, അവരിങ്ങനെ സംസാരിച്ചു, വീട്ടിൽ വന്നിട്ട് അങ്ങനെയൊക്കെ ഒരു രീതിയിലൊക്കെ അവർ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കോൾ വന്നു. പിറ്റേത് ചോദിച്ചത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ, എന്താണ് എൻ്റെ പ്രശ്നം എന്നുള്ളതാണ് കേട്ടോ. അതിനുശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നത്. എൻ്റെ പ്രശ്നം എന്താണ് എൻ്റെ പ്രശ്നം? ഞാൻ ആ വീഡിയോയിൽ എന്താണ് ആ പ്രശ്നത്തിൻ്റെ ഒരു റീസൺ തുടക്കത്തിലേ തന്നെ ഞാൻ പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തു, ആ വീഡിയോയുടെ ബാക്കിൽ എന്താണ്, അല്ലെങ്കിൽ ആ വീഡിയോ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്നുള്ളതൊക്കെ ഒരു റീസൺ ഞാൻ പറയുന്നുണ്ട്. അതിനുശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിലുണ്ട് ഞാൻ എന്തുകൊണ്ട് അങ്ങനെ വീഡിയോ ചെയ്യുന്നു. പിന്നെ ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അവിടെ വന്നിട്ട് ചോദിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു, എന്തുവാണ് എൻ്റെ പ്രശ്നം, എന്താണ് എന്നുള്ളതൊക്കെ. ഇപ്പോൾ ഇതിലൊരു ചർച്ചാ വിഷയം കേന്ദ്രമായിട്ട് മെയിനായിട്ട് മാറിയത് ഒരു ഫാമിലി ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഫംഗ്ഷനിലെല്ലാവരും ഒരുമിച്ച് കൂടുകയും അവിടെ വെച്ചിട്ട് എൻ്റെ പാരൻസ് ഉണ്ടായിരിക്കുകയും അവരുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞു, എന്താണ് അങ്ങനെ കാര്യം, ഇങ്ങനെയൊക്കെയാണ് ചെയ്തത്, ഇങ്ങനെ പറഞ്ഞു, അവരെ പറഞ്ഞു, ഇവരെ പറഞ്ഞു. അങ്ങനെ അവിടെ വെച്ചിട്ട് ആ ഒരു സംസാരങ്ങൾക്ക് ശേഷം എൻ്റെ വീഡിയോ പാരൻസിനെ കാണിച്ചു കൊടുത്തിട്ട് എൻ്റെ പാർട്സാണ് ഇങ്ങനെ സംസാരിച്ചത്, എൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കാൻ ബാക്കിൽ നിന്ന് എൻ്റെ വീട്ടിൽ കയറി വന്നിട്ട് ഒരു ഭീഷണിയുടെ സ്വരത്തിൽ കിടന്ന് സംസാരിക്കുക, എന്നെ അങ്ങ് നന്നാക്കണം എന്നുള്ള രീതിയിലൊക്കെ ഒരു ഭീഷണി സ്വരമൊക്കെ വരുത്തിട്ടുള്ള ഒരു ഭീഷണി സ്വരത്തിലൊക്കെ സംസാരമൊക്കെ നടത്തേണ്ടായി. കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെ ഒന്ന് സംസാരിച്ചു. അങ്ങനെയൊക്കെ ഒരു ഇതൊക്കെ ഉണ്ടായി. എന്തും വന്നിട്ട് പറയാം എന്നുള്ളൊരു ധാരണ ഉണ്ടായത് കൊണ്ടാണ് അങ്ങനെ എൻ്റെ വീട്ടിൽ കയറി വന്നിട്ടൊക്കെ അങ്ങനെ ഒരു സംസാരിച്ച് തന്നെ അവർ അല്ലേ. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയൊന്നുമല്ല. ആയകാലം മുതലേ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും തന്നെയും വേറെ ആരും വീട്ടിൽ കയറിയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവരുടെ പാരൻസ് ആണെങ്കിൽ നല്ലതായിട്ട് കൊടുക്കുമെന്നറിയാം. അതുകൊണ്ട് അങ്ങോട്ടൊരു സംസാരിക്കത്തില്ല. എൻ്റെ പാരൻസ് അങ്ങനെ സംസാരിക്കത്തില്ല. കേട്ടുകൊണ്ടിരുന്നിട്ട് ഈവൻ എൻ്റെ ഭാഗത്താണ് തെറ്റുണ്ടെങ്കിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. എൻ്റെ ഭാഗത്ത് ഞാനങ്ങനെ തെറ്റ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ വന്നിട്ട് ഇങ്ങനെ ഒരു ഭീഷണി സ്വരത്തിൽ നിന്ന് സംസാരിക്കുകയും എന്നെ നന്നാക്കണം അങ്ങനെയാണ് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് പോരുത്. ഈ നന്നാക്കാൻ വന്നത് ഞാൻ ഈ നന്നാക്കാൻ വന്ന ആൾക്കാർ ഇതൊക്കെ എൻ്റെ ഒരു 40+ ഏജ് അല്ലെങ്കിൽ ഒരു 50-60+ ഏജ്ഡ് ആൾക്കാരാണ് വന്നിട്ട് എൻ്റെ പാരൻസിൻ്റെ അടുത്ത് കൺവിൻസ് ചെയ്യാനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇൻസിഡൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ മാനിക്കാം, അത് ഒരു ഇതാണെന്നുള്ളത് മാനിക്കാം. ബട്ട് അബോവ് ഈ ഒരു ഏജിന് അണ്ടർ ഏജിന് ഇപ്പോൾ അബോവ് മൈ ഏജിൽ വരുന്ന ഒരു ഏകദേശം ഒരു 2-3-5 ഇയേഴ്സിനകത്തുള്ള ആൾക്കാരുണ്ട്. ഇങ്ങനെ വന്നിട്ട് എൻ്റെ അടുത്ത് വീട്ടിൽ കയറി വന്നിട്ട് എൻ്റെ അപ്പനമ്മമാരുടെ അടുത്ത് നന്നാക്കണമെന്ന് പറഞ്ഞിട്ട്, അതും എൻ്റെ അപ്പനമ്മമാരെ കയറി പറഞ്ഞ് വിലക്കാനായിട്ട് വരുന്നതിൽ എന്ത് റൈറ്റ്സാണ് ഉള്ളതെന്ന് എനിക്കറിയത്തില്ല. പിന്നെ അവിടെ പറഞ്ഞ് വിലക്കാനും പറഞ്ഞ് ഇതാക്കാനെന്നും പറഞ്ഞിട്ട് പുതിയ ഇതിൽപ്പെട്ട് ഇപ്പോൾ എൻ്റെ ജനറേഷനിൽ പെട്ടുന്നവർ തന്നെ പുതിയ മാമന്മാരെയും ക്രിയേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നില്ല. അങ്ങനെ ഭരണം അവരവൻ്റെ വീട്ടിലായിരിക്കണം എന്നേ ഒരു തോട്ട് ഓഫ് മൈൻഡിൽ പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ അവിടെ ഒരു പുതിയ അമ്മമാരെയൊന്നും ഞാൻ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടില്ല, എൻ്റെ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടില്ല. അവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് അക്സെപ്റ്റ് ചെയ്യാനും പോകുന്നില്ല. എൻ്റെ ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് ഒരു കാര്യം എനിക്ക് പറയാമെന്ന് വെച്ചാൽ, ഒരു ഫാമിലിയിൽ ഒരു പ്രോബ്ലംസ് ഉണ്ടാകുമ്പോഴത്തേക്ക് സഹകരിക്കുക, അല്ലെങ്കിൽ പ്രോബ്ലംസ് വന്നെങ്കിൽ വിശേഷം എന്തെങ്കിലും ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ സഹകരിക്കുക. അല്ലാതെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെന്നിട്ട് ഭരിക്കാൻ പോകുന്നത് തെമ്മാടിത്തരമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. അത് എനിക്ക് അത്ര ഇതായിട്ടുള്ള രസമായിട്ട് തോന്നിയിട്ടില്ല. അത് പിന്നെ എൻ്റെ വീട്ടിൽ കയറി വന്നിട്ട് ഭീഷണി മുഴക്കി വന്നവർ എൻ്റെ വീട്ടിൽ കയറി വന്നിട്ട് ഭീഷണി മുഴക്കി തരും. ഞാനൊരു സ്റ്റോറി പറയാമല്ലോ. മുമ്പ് ട്യൂട്ടോറിയൽ കോളേജിൽ പറയുന്നൊരു കാര്യമാണ്. ഒരു സന്യാസി ഉണ്ടായിരുന്നു. ഈ സന്യാസി പ്രശസ്തനായ ഒരു സന്യാസിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഒരു ദിവസം
ഈ സന്യാസിയുടെ അടുത്തേക്ക് ഒരമ്മ അമ്മയുടെ മകനെയും കൊണ്ടുവന്നു. ആ അമ്മ സന്യാസിയുടെ അടുത്ത് പറഞ്ഞു, തൻ്റെ മകൻ ഭയങ്കരമായിട്ട് ശർക്കര കഴിക്കുമെന്ന്, നന്നായിട്ട് ശർക്കര കഴിക്കുമെന്ന് പറഞ്ഞു, എപ്പോഴും ശർക്കര കഴിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ സന്യാസി ആ സ്ത്രീയോട് പറഞ്ഞത്, പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നു. ഒരാഴ്ച കഴിഞ്ഞ് വന്നിട്ട് സന്യാസി എന്ത് ചെയ്തു? ആ മകനെ പറഞ്ഞ് ഉപദേശിച്ചു, പറഞ്ഞു വിട്ടു. ആ അമ്മയും മകനെ പറഞ്ഞു വിട്ടു. അപ്പോൾ തൻ്റെ ശിഷ്യൻ ഈ സന്യാസിയുടെ അടുത്ത് ചോദിച്ചു, എന്തുകൊണ്ട് അങ്ങേക്ക് ഇത് അന്ന് പറഞ്ഞു കൊടുത്തുകൂടാ, എന്താ ഇപ്പോൾ ഈ ഇങ്ങനെ ഉപദേശിച്ചെന്ന് ചോദിച്ചു, ഇപ്പം എന്തിനാ ഉപദേശിച്ചെന്ന് ചോദിച്ചു. അപ്പോൾ സന്യാസി എന്താ പറയാന്ന് അറിയാമോ ശിഷ്യനോട്? തനിക്കും അങ്ങനെ ഒരുപാട് ശർക്കര കഴിക്കുന്ന ശീലം ഉണ്ടായിരുന്നു. അപ്പോൾ താനും അങ്ങനെ നിർത്തിയാലല്ലേ മറ്റൊരാളെ ഉപദേശിക്കാൻ താൻ യോഗ്യനായിരിക്കത്തുള്ളൂ എന്നാണ് ആ സന്യാസി ശിഷ്യനോട് പറഞ്ഞത്. അപ്പോൾ ആ കുട്ടിയുടെ അടുത്ത് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഇനി ശർക്കര കഴിക്കരുത്, ശർക്കര കഴിക്കുന്ന അത്ര നല്ലതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഉപദേശിച്ചു. അപ്പോൾ സന്യാസിക്ക് ഒരുപാട് ശർക്കര കഴിക്കുന്ന ശീലം ഉള്ളതുകൊണ്ടാണ് സന്യാസി അത് നിർത്തിയിട്ടാണ് ഒരു കൊച്ചിനെ ഉപദേശിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു യോഗ്യത സന്യാസിക്ക് അറിയാം. താൻ എന്തുകൊണ്ട് അങ്ങനെ ഉപദേശിക്കുന്നുണ്ടെങ്കിൽ താൻ അതിന് യോഗ്യനായിരിക്കണം. അത് പറയുന്നതിൽ എന്ന് വെച്ചാൽ അങ്ങനെ ആ പറയുന്നതിൽ താനും കൂടെ യോഗ്യനായിരിക്കണം, താനും കൂടെ അത് ആ ശീലം നിർത്തിയിരിക്കണം എന്നുള്ള സന്യാസിക്ക് നല്ല ബോധം ഉണ്ടായി. അതുകൊണ്ടായിരുന്നല്ല, സന്യാസിക്ക് അത് നന്നായിട്ട് അറിയാമായിരുന്നു. സന്യാസി അങ്ങനെ ഒരു ബോധമുള്ളത് കൊണ്ടാണ് സന്യാസി അങ്ങനെ ഉപദേശിച്ചത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ ഔചിത്യം എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടായിരിക്കും. പിന്നെ ഇതായിരുന്നു, ഞാനും പാരൻസൊക്കെ മറ്റുള്ളവരടുത്തായിട്ട് പല പ്രശ്നങ്ങളുണ്ടായിട്ടില്ലേ, മുമ്പൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടില്ലേ, എന്തുകൊണ്ട് അവരെക്കുറിച്ചൊരു വീഡിയോ ഇട്ടില്ല, എന്തുകൊണ്ട് അവരെ പറ്റിയൊന്നും പറഞ്ഞില്ല, ഇങ്ങനെയൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതൊക്കെ വല്ല കാര്യമുണ്ട് അതൊക്കെ പറയാനായിട്ട്? എനിക്കതിൻ്റെ ആവശ്യം എന്താണ്? ഞാൻ ആ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ല എന്താണ് റീസൺ എന്നുള്ളത്. ഒരാളെ വ്യക്തിഹത്യ ചെയ്യാനാണോ നമുക്ക് ഈ പ്ലാറ്റ്ഫോം തന്നിരിക്കുന്നത്? ഇന്നയാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഞാൻ അവരെ ഇങ്ങനെയാണ്, അവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്തു, അവൻ അങ്ങനെ പറഞ്ഞു, അവൻ എങ്ങനെ പറഞ്ഞു, എല്ലാത്തിനും നമുക്ക് കയറി ഇതൊക്കെ പറയാൻ പറ്റുമോ? നമുക്ക് ആരെങ്കിലും ഇത് ഇങ്ങനെ സംസാരിക്കാനായിട്ട് പറ്റുമോ? ഇല്ല. നല്ല കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞു കേട്ടിട്ട് എന്ത് തോന്നുന്നു? ഇപ്പം ഞാൻ എല്ലാവരും വിചാരിക്കുന്നത് ഈ ഫാമിലിയുള്ള ഒരു കാര്യം എനിക്കിങ്ങനെ പബ്ലിക്കായിട്ട് പറയേണ്ട കാര്യമുണ്ടോ? ഞാൻ ഫാമിലിയുടെ എല്ലാ കാര്യമല്ല പറഞ്ഞു കേട്ടോ. ഞാൻ ഉണ്ടായ ഒരു ഇൻസിഡൻറ്റ് പക്ഷെ ഓർത്തിട്ട് എനിക്ക് തന്നെ ചിരി വരും ചില സമയത്ത്. അപ്പോൾ എനിക്കത് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കാരണം ഇങ്ങനെയും ഒരു സ്റ്റോറീസ് ഒരു ഫാമിലിയിൽ പെട്ട് അല്ലെങ്കിൽ പല ഇതിലും ഇങ്ങനെ നടക്കുന്നുണ്ടെന്നുള്ളത് അറിയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, കോമഡി പീസായിട്ട് എനിക്ക് തോന്നി. നമുക്ക് ഒരു കാര്യം പറയുമ്പോൾ അതിനുള്ളൊരു മെച്യൂരിറ്റി ലെവലെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആൾക്കാർക്ക് സംസാരിക്കുന്ന പോലെയും പെരുമാറുന്നത് തീരെ ഒരു പക്വത ഇല്ലായ്മ പോലെ സംസാരിക്കുന്നതും ശരിയല്ല. നമ്മൾ ഒരാളുടെ നിന്ന് സംസാരിക്കാൻ പോകുമ്പോഴത്തേക്ക് ആ കാര്യത്തെക്കുറിച്ച് ഒരു പൂർണ്ണ ബോധം ഉണ്ടായിരിക്കണം. നമ്മൾ എന്താണ് അവിടെ കുറിച്ച് സംസാരിക്കാൻ പോകേണ്ടത്, അല്ലെങ്കിൽ ഒരു മനസ്സിലാക്കാൻ ഉപദേശിക്കാൻ പോകുമ്പോഴത്തേക്ക് എന്താണ് നമുക്ക് അവിടെ പറയേണ്ടതെന്നുള്ളൊരു ഒരു 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 കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പൊതുവേ പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെയാണ് എന്നുള്ളൊരു കാര്യം പൊതുവെ പറഞ്ഞൊരു കാര്യമാണ്. അത് കോമണായിട്ട് എല്ലായിടത്തും ഞാൻ കണ്ടിട്ടുള്ളതാണ്, എല്ലായിടത്തുള്ള ഒരു കാര്യമാണ്. അത് ഞാൻ എൻ്റെ ലൈഫിൽ വന്നപ്പോഴത്തേക്ക് അത് കാര്യം ഞാൻ എൻ്റെ ലൈഫിൽ വന്നപ്പോഴൊന്നുമല്ല, അത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊക്കെ കുറേ മുന്നെയാണ്. അപ്പോൾ അതൊരു പൊതുവായിട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞത് ആ വ്യക്തിയെ തന്നെയാണ് ഉദ്ദേശിക്കുന്നുള്ള രീതിയിൽ അങ്ങനെ ചോദിക്കുന്നത് താനല്ലേ എന്ന്, അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത് താനല്ലേ എന്ന് പറഞ്ഞിട്ട് സ്വയം അത് ഏറ്റെടുത്തിട്ട് കുറ്റപ്പെടുത്തിയ വ്യക്തികളും ഉണ്ട്. എന്തിനാണ് ഈ വെയിലിൽ കിടക്കുന്ന പാമ്പിനെ എടുത്ത് തലയഴിക്കുന്നത്? എന്തിനാണ്? നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പോയിന്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്നെയാണ് ഉദ്ദേശം പറഞ്ഞു കൊണ്ടെടുത്ത് വെക്കേണ്ട ഒരു കാര്യമല്ല. നമുക്ക് പറയുന്നത് എന്താണെന്നുള്ളത് ആദ്യം ശ്രദ്ധിച്ച് കേൾക്കുക. അതില്ലാതെ കോമണായിട്ട് ഇന്ന വ്യക്തികളെയാണ് ഇന്ന ആൾക്കാരെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇൻസിഡൻസ് എടുക്കേണ്ട കാര്യമുണ്ടോ? ആവശ്യമുള്ളത് മാത്രം കേൾക്കാതെ കളയുക. എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ സഹകരിക്കുക, എന്തെങ്കിലും വിശേഷം ഉണ്ടാകുമ്പോഴത്തേക്ക് കൂടുക, പിന്നെ പലപ്പോഴൊക്കെ വീട്ടിൽ പോയി സഹകരിക്കുക, ഇതൊക്കെ ചെയ്യുക. ഒരാളുടെ ഭരിക്കാനായിട്ടുള്ള പോകുന്നതെന്ന് ശരിയായിട്ട കേസൊന്നുമല്ല. അതൊരു ഫാമിലി ആവുന്നതൊക്കെ പണ്ടൊക്കെയാണ് ഈ ഭരണമൊക്കെ പോയിട്ട് മാമാർ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ പോകുന്നത് തന്നെ സംസാരിക്കാം. പക്ഷേ അതിനുള്ളൊരു ഞാൻ പറഞ്ഞില്ല ഒരു സന്യാസിയുടെ സ്റ്റോറി.
ആ ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ചെന്ന് സംസാരിക്കാം, അല്ലാതെ ഒന്നുള്ളൊരു ചുമ്മാ സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യമല്ല. ബിക്കോസ് ദേ നോ യുവർ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറീസ്. പിന്നെ ഇവരെ ചിന്തിപ്പിക്കുന്ന ഒരു കേസ് എന്ന് വെച്ചാൽ, ഇവരുടെ ഒരു അണ്ടർ ഏജിട്ട് ഒരാൾ വന്നിട്ട് അവരെ ഭരിക്കാൻ പോകുന്നു, അവരെ അപ്പോൾ സംസാരിച്ചു എന്നുള്ളൊരു തോന്നലുണ്ടായിരിക്കാം. കാരണം അവരുടെ ഒരു തോട്ട് ഓഫ് മൈൻഡ് ഇങ്ങനെ ആയിരിക്കാം, തങ്ങളുടെ അടുത്തും തങ്ങളുടെ ആൾക്കാരുടെ അടുത്തും അവരൊക്കെ ഇങ്ങനെ പെരുമാറാൻ പാടുള്ളൂ, അതിന് മുകളിൽ വന്ന് അവരിങ്ങനെ സംസാരിക്കാൻ പാടില്ല, അത് അങ്ങനെ തന്നെ ആയിരിക്കണം, അങ്ങനെ എപ്പോഴും കീപ്പ് ചെയ്തിരിക്കണം, തങ്ങളുടെ എതിരെ സംസാരിക്കുക അല്ലെങ്കിൽ തങ്ങൾക്കെതിരെ അങ്ങനെ സംസാരിക്കാൻ പാടില്ല, അങ്ങനെ ഒരു മൈൻഡ് അവരുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് അവരെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിപ്പിക്കുന്നത്. ഇതൊക്കെ മാറുന്ന ടൈമായി. ഇന്നുള്ള കൊച്ചു കുട്ടികൾ വരെ കുറച്ചുകൂടെ നല്ല മെച്യൂരിറ്റി ആയിട്ട് അവരുടെ ഒരു യങ്ങായിട്ട് തന്നെ അവർ സംസാരിക്കുന്നുണ്ട്, അവരുടെ മെച്യൂരിറ്റി ആയിട്ട് അവർ സംസാരിക്കുന്നുണ്ട്. അവർക്കെന്ന് പറയുമ്പോഴത്തേക്ക് പുറമേ നമ്മുടെ കൊടുക്കുന്ന ഗൈഡൻസ് മൂലവും അവർ പുറമേ കാണുന്ന കാര്യങ്ങൾ കൊണ്ടൊക്കെ, നല്ല ഗൈഡൻസ് കൊണ്ടും പുറമേ കാണുന്ന കാര്യങ്ങൾക്ക് മനസ്സിലാക്കുന്നത് കൊണ്ടുമാണ് അവരൊക്കെ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി എടുക്കാം. ബട്ട് അത് അവരുടെ ഒരു വാശിയാണ്, അവരെ നമ്മളിങ്ങനെ തന്നെ സംസാരിക്കണം, എപ്പോഴും ഇങ്ങനെ ആയിരിക്കണം, ഒരു എൽഡർ ആയിരിക്കുമ്പോഴത്തേക്ക് യങ്സ് ഇങ്ങനെ സംസാരിക്കാൻ പാടുള്ളൂ. അത് അവരുടെ ഒരു തോട്ട് ഓഫ് മൈൻഡ് അങ്ങനെ ഉള്ളത് കൊണ്ടാണ് അവരെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിപ്പിക്കുന്നതും ഇങ്ങനെ സംസാരിക്കുന്നത്. ആ ഒരു ചിന്താഗതി ഇപ്പോഴും കീപ്പ് ചെയ്യുന്ന അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ ഒരു നല്ലതാണെന്ന് കണ്ടാലും നല്ലതെന്ന് പറയും, ചീത്തയാണെന്ന് കണ്ടാൽ ചീത്തയെന്നും പറയും. അതിപ്പോൾ ഒരു എൽഡറെന്നോ യങ്ങറെന്നുള്ളൊരു വ്യത്യാസമില്ല. അത് അങ്ങനെ ആയിരിക്കണം, അവരങ്ങനെ തന്നെ പറയണം, അവരിങ്ങനെ പെരുമാറാൻ പാടുള്ളൂ എന്നുള്ളൊരു വാശി, ആ ഒരു ചിന്താഗതി മാറ്റിയെടുക്കാത്തത് കൊണ്ടായിരിക്കാം. അത് മാറ്റിയെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. വേറൊരു ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടത് കൊണ്ട് എനിക്കെതിരെ കേസ് കൊടുക്കും. അങ്ങനെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ വാദിച്ച് നിൽക്കാനായിട്ട് വക്കീലിന് കൊടുക്കാനോ മറ്റോ ആയിട്ട് എൻ്റെ കയ്യിൽ പൈസയുണ്ടോ? ഇതാണ് ചോദിക്കുന്നത്. എൻ്റെ കയ്യിൽ പൈസയുണ്ടോ ഇല്ല എന്നുള്ളത് ഞാൻ എല്ലായിടത്തും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ടോ? നീ പറഞ്ഞു നടക്കേണ്ട കാര്യമുണ്ടോ? അത് ഇപ്പോൾ ഒരാൾ ജോലി ചെയ്യാണ്, അയാൾ സാലറി മേടിക്കുന്നുണ്ട്, അയാളുടെ സാലറി എല്ലായിടത്തും പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഇപ്പം ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്നെപ്പോലെ ചിന്തിക്കുന്ന ഒരു ആണുങ്ങളും അവരുടെ സാലറി എത്രയാണെന്ന് അവർ പറയത്തില്ല. അതുകൊണ്ട് ഞാൻ മിനിമം ഉണ്ട് അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്ര ഏകദേശം ഇത്ര ഉണ്ട് എന്നൊക്കെ പറയത്തുള്ളൂ. ഒരു കറക്റ്റായിട്ടുള്ള സാലറി അവർ പറയാറില്ല. എന്നടിച്ചിട്ട് അപ്പോൾ ഞാൻ എത്ര സാലറി മേടിക്കുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ പൈസയുണ്ട് അതെനിക്ക് ആരെങ്കിലും ബോധിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇപ്പോൾ എൻ്റെ ഒരു മൈൻഡെന്ന് പറയുമ്പോഴത്തേക്ക് അവനോ വില ചെയ്താൽ അവൻ്റെ കയ്യിൽ ക്യാഷ് കാണും. അപ്പോൾ അത് ചോദിക്കാനായിട്ട് ആരുടെയും കാര്യമൊന്നുമില്ല, അവൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ ഇല്ല എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ കഴിഞ്ഞ വീഡിയോ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു, ഓരോരുത്തരും ക്യാഷിൻ്റെ ലെവൽ അളന്ന് തൂക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ. അതുപോലെയാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നത് എന്ന് വെച്ചാൽ, അവിടെ വന്നിട്ട് ഇങ്ങനൊരു കാര്യം സംശയമാണ്, അവൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ എന്നുള്ളതൊക്കെ. അവൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ, അങ്ങനെ കേസ് കൊടുക്കാനായിട്ടുള്ള ചോദിച്ചില്ലേ, അത് സംഭവം അതാണ്. അത് കേസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ കൊടുക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കൊടുത്തോളൂ. പൈസ ഉള്ളതിൻ്റെ അഹങ്കാരമൊന്നും എൻ്റെ അടുത്തല്ല കാണിക്കേണ്ടത്, കേട്ടോ. നമ്മൾ പൈസ ഉണ്ടാക്കിയാൽ, അല്ലെങ്കിൽ നമ്മൾ പൈസ ക്യാഷ് ഉണ്ടെങ്കിൽ അവനോട് തന്നെ ജീവിക്കുക, നല്ലതിന് വേണ്ടി ഉപയോഗിക്കുക, നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക. അങ്ങനെ ഒരു കേസിനായിട്ട് പൈസ ആവുകയാണെന്നുണ്ടെങ്കിൽ, ചിലവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പൈസ ചിലവാകട്ടെ, ആർക്കാണ് എത്ര ബുദ്ധിമുട്ട്? ഇതൊക്കെ ആ ഒരു വീഡിയോയുടെ ബാക്കിൽ എന്ന് വെച്ചാൽ, ആ വീഡിയോയ്ക്ക് പിന്നാലെ എൻ്റെ വീട്ടിൽ ചെന്ന് ഭീഷണിപ്പെടുത്തിയതാണ്. എനിക്ക് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അത് ഉപദേശിക്കാൻ വന്നതാണെന്ന് പറയാൻ പറ്റത്തില്ല, ഭീഷണിപ്പെടുത്താനാണെന്ന് പറയാനേ പറ്റത്തുള്ളൂ. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ ആൾക്കാരുടെ ആരുടെയും ചിലവിനല്ല ഞാൻ ജീവിക്കുന്നതും, ഞാൻ എൻ്റെ വീട്ടിൽ വരുന്നതും, ഞാൻ അവരുടെ വീട്ടിൽ കാണുന്നതും, എൻ്റെ വീട്ടിൽ നിൽക്കുന്നതും ഒന്നും. എൻ്റെ അപ്പനമ്മമാരാന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ ആരുടെ അങ്ങനെ സംസാരിക്കത്തില്ല. ഈവൻ ഞാൻ സംസാരിച്ചാൽ പോലും അവരങ്ങനെ രീതിയിലൊന്നും സംസാരിക്കത്തില്ല, മനസ്സിലായില്ലേ? ഞാൻ എന്തുണ്ടെങ്കിലും ഉള്ളതുപോലെ ഞാനങ്ങ് പറയും. പിന്നെ അത് ആ ഒരു അവരുടെ അടുത്തുള്ളൊരിത് കാരണം എൻ്റെ അടുത്തും അങ്ങനെ ആവാമെന്നുള്ളൊരു ധാരണയുണ്ട്.
മ്പോഴത്തേക്ക് അങ്ങനെ ഒരു ധാരണ വേണ്ട. ഞാൻ ആരെ ബോധ്യപ്പെടുത്താനൊന്നുമല്ല ഞാൻ ജീവിക്കുന്നതും ഞാൻ ഒരിടത്ത് ജോലി ചെയ്യുന്നതും അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ വരുന്നതും അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ ഒരു 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 ഇതുണ്ടായിരുന്നു, സംസാരം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുട്ടികളെ എടുക്കാറില്ല. എൻ്റെ കുട്ടികളല്ല കേട്ടോ, കുട്ടികളെ എടുക്കാറില്ല. അത് ഞാനൊരു കാര്യം പറയട്ടെ, കുട്ടികളെ എടുക്കണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കും. പക്ഷെ ആരെയും ബോധ്യപ്പെടുത്താനായിട്ട് അതെടുത്തിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ആരെയും മുന്നിൽ വന്നിട്ട് ഞാൻ എടുക്കുകയാണ് എന്ന് കാണിക്കാനായിട്ട് ഞാൻ എടുക്കാറില്ല. നമ്മളൊരു ഒരാളെ സ്നേഹിക്കുന്നതോ അല്ലെങ്കിൽ ഒരു വ്യക്തികൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്നേഹം നൽകുന്നതോ നമ്മൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനാണോ? ഞാനൊന്ന് ചോദിക്കട്ടെ, ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ? നമ്മൾ ജീവിക്കുന്നതും ഒരാളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ജീവിക്കുന്നത്. നമുക്ക് ഒരു കുട്ടിയെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്നു, കൊഞ്ചിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ കൊഞ്ചിക്കുന്നു. അത് പിന്നെ മറ്റുള്ളവർ കാണിക്കുക ഞാൻ കൊഞ്ചിക്കുകയാണെന്ന് അറിയിക്കാനായിട്ട് ഇങ്ങനെ പോസ്റ്റ് ഇട്ട് പിന്നെ അവരുടെ ഫോട്ടോ ഇട്ട് എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം എനിക്കറിയാം എവിടെ എങ്ങനെ എടുക്കണം എന്നുള്ളതൊക്കെ. ഞാനിപ്പോൾ ആരെയും കാണിക്കാനൊന്നുമല്ല. ഞാൻ എൻ്റെ പെങ്ങളെ കുട്ടിയായാലും അല്ലെങ്കിൽ വേറെ കുട്ടികളായാലും ഞാൻ എടുക്കാറുണ്ട്, എനിക്ക് കൊഞ്ചിക്കാറുണ്ട്. പക്ഷേ ഞാൻ ഒരിക്കലും അവർ കാണുക എടുക്കണം കാരണം ഞാൻ എടുക്കുന്നുണ്ട്, ഞാൻ കൊഞ്ചിക്കുന്നുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഒരു വ്യക്തിയുടെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ആർക്ക് ഇടപെടാൻ റൈറ്റ്സ് ഇല്ല. ഓക്കെ, അതാദ്യം മനസ്സിലാക്കുക. പിന്നെ പറഞ്ഞൊരു കേസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്കും ഇതുപോലൊരു വീഡിയോ ചെയ്യാനും ഇങ്ങനെ ചെയ്യാനൊക്കെ അവർക്കറിയാം. എനിക്ക് മാത്രമല്ല, ഞാനൊരിക്കലും എനിക്ക് മാത്രം എല്ലാം അറിയാമെന്ന് എല്ലാം തികഞ്ഞവനെന്ന് അഹങ്കരിക്കുന്ന ഒരു വ്യക്തിയല്ല. ഓക്കെ, അതിപ്പോൾ ഞാൻ മാത്രമല്ല, എല്ലാവരും അങ്ങനെ തന്നെ. ഒരു വ്യക്തികളെല്ലാം ഒന്നും തികഞ്ഞവരല്ല. അപ്പോൾ ഒരാൾക്ക് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അവരുടെ ഇഷ്ടമാണ് വീഡിയോ ചെയ്യുന്നത്. അവർക്ക് ഇതുപോലെ വീഡിയോ ചെയ്യാമെന്നുള്ള താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുകയല്ല വേണ്ടത്. അപ്പോൾ അവർക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ വീഡിയോ ചെയ്യട്ടെ. ഇപ്പം ഞാൻ അങ്ങനെ എന്താണ് ഞാൻ അവിടെ ചെയ്തതെന്നുള്ളതിന് എനിക്ക് വ്യക്തമായിട്ടുള്ള നല്ല ധാരണയുണ്ട്. പിന്നെ പബ്ലിക്കലി നമുക്ക് വന്നിട്ട് കുടുംബത്തിലുള്ള മറ്റുള്ള ആൾക്കാരായിട്ട് പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലേ? ഇപ്പോൾ അവരെക്കുറിച്ച് എന്ത് വീഡിയോ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അവരെക്കുറിച്ച് എന്ത് പറഞ്ഞില്ല, എനിക്ക് അതിൻ്റെ ആവശ്യം എന്താണ്? പലരെക്കുറിച്ചുള്ള ഞാൻ കുടുംബക്കാരെ കുറ്റം പറയാൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ ഇന്ന വ്യക്തികളെ വ്യക്തിഹീനമായിട്ട് പറയാനുമല്ല ഞാനൊരു വീഡിയോ എടുക്കുന്നതും അതൊക്കെ നമുക്ക് അതിനൊരു പ്ലാറ്റ്ഫോം അല്ല. ഞാനവിടെ ഫസ്റ്റ് വീഡിയോയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, നമുക്ക് എന്തുകൊണ്ട് ഞാൻ ഇവിടെ ഒന്ന് ചൂസ് ചെയ്തു എന്ന് വീട്ടിൽ നിന്ന് മാറി നിന്നിട്ട് ഇവിടെ വന്നൊക്കെ ജോലി ചെയ്യുന്നു എന്നുള്ളൊരു വീഡിയോ ആണ് ഞാനിട്ടത്. അവിടെ ഞാൻ എൻ്റെ ലൈഫിൽ നേരിട്ട പ്രശ്നങ്ങളാണ് ഞാനവിടെ പറഞ്ഞത്. അതിൽ എന്താണ് ഒരു കേസിന് അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ കണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയണം, കേസിന് അടിസ്ഥാനമായിട്ട് കണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കേസ് കൊടുത്തോളൂ, അതെനിക്ക് പറയാനുള്ളൂ. ഓക്കെ. പിന്നെ ഒരു വ്യക്തി അവിടെ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തത് എന്ന് വെച്ചാൽ നേരത്തെ ചെയ്തൊരു വീഡിയോ അല്ലേ, ഞാനങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ആരൊക്കെയോ പറഞ്ഞു തന്നിട്ടാണ് ഞാനങ്ങനെ ഒരു വീഡിയോ ചെയ്തതെന്നാണ്. അതിപ്പോൾ പറഞ്ഞ് തന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ആ കഴിവിടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്ന അല്ലെങ്കിൽ എനിക്ക് വാല്യുബിൾ ആയിട്ടുള്ള കുറച്ച് പേർക്ക് ഞാൻ സഹകരിക്കാറുണ്ടെന്ന് പറഞ്ഞു. ഇതിപ്പോൾ ആ സഹകരിക്കുന്ന ആൾക്കാരെ വെച്ചിട്ട് അവരാരൊക്കെയോ ചേർന്നിട്ട് എന്നെ കുത്തിത്തിരിപ്പുണ്ടാക്കി അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഞാനങ്ങനെ വീഡിയോ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇത് പരത്തി അവിടെ. എൻ്റെ ചെറുപ്പകാലം മുതലേ ഞാൻ ആൾക്കാരെ കണ്ടുവരുന്നൊരു വ്യക്തിയാണ്. നമുക്ക് എല്ലാവരുടെ ക്യാരക്ടർ നമ്മൾ കുഞ്ഞുനാളെ കാണുന്നതുകൊണ്ട് തന്നെ എല്ലാവരുടെ ക്യാരക്ടറും നമുക്കറിയാം. പിന്നെ ഞാൻ ഇന്നലെയും കാണുന്ന ഒരു വ്യക്തിയല്ല, ഞാനൊരു ആൾക്കാരെ കണ്ട് മനസ്സിലാക്കാത്തൊരു വ്യക്തിയല്ല. എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാരെ നന്നായിട്ട് മനസ്സിലാക്കുകയും പഠിക്കുന്നതും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതുമായിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ ഒരാളുടെ അടുത്ത് പെരുമാറുന്നതും അയാൾ എൻ്റെ അടുത്ത് പെരുമാറാൻ താല്പര്യപ്പെടുന്നതും ഞാൻ അങ്ങോട്ട് പെരുമാറുന്നത് പോലെ. കാരണം ഞാൻ ഒരാളെ സ്റ്റഡി ചെയ്തിട്ടേ ഞാൻ അങ്ങോട്ട് സംസാരിക്കത്തുള്ളൂ, നമ്മളൊരു വ്യക്തിയെ മനസ്സിലാക്കിയിട്ട്. ഞാനത് കണ്ടും കേട്ടേ നിൽക്കാറുള്ളൂ. അപ്പോൾ ഞാൻ എവിടെ സഹകരിക്കണം, ഞാനിങ്ങനെ സഹകരിക്കേണ്ടെന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പിന്നെ ഒരാൾ പറഞ്ഞിട്ടല്ല നമ്മളൊരു വീഡിയോ ചെയ്യുന്നതും, പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് അതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നല്ലതാണെന്നുള്ളൊരു വീഡിയോ ചെയ്യണം, അതങ്ങനെ ചെയ്താൽ കൊള്ളാമെന്നൊക്കെ പറയുന്നുണ്ട്, അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. പക്ഷേ എനിക്കങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക്
ഒരു വീഡിയോ ചെയ്യണം ചെയ്യണ്ട എന്നുള്ളതൊക്കെ എല്ലാവരും എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരണമെന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അവരാരെയും ഹനിക്കാനോ അവരെ കുറ്റം പറയാനോ നിൽക്കേണ്ട. അപ്പോൾ ഒരു വ്യക്തികൾ പറഞ്ഞിട്ടല്ല നമ്മളൊരു വീഡിയോ ചെയ്യുന്നതും എടുക്കുന്നതും ഒന്നും. ഞാനതിൻ്റെ വ്യക്തമായിട്ടുള്ളൊരു കാരണം മറ്റേ വീഡിയോയിലും പറയുന്നുണ്ട്, ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഇടയിലും ഞാൻ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. ഒരു റിപ്പീറ്റേഷൻ എനിക്ക് ആവശ്യം വന്നു. കാരണം അത് നിങ്ങൾക്ക് അത് തെറ്റിദ്ധരിച്ച ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു റിപ്പീറ്റേഷൻ ഇട്ടത്. ഓക്കെ, എൻ്റെ ഒരു കാര്യം എന്താണെന്നറിയാമോ? എനിക്ക് എപ്പോഴും അപ്പനമ്മമാരുടെ തണലിൽ തന്നെ കഴിയണം, അല്ലെങ്കിൽ അവരുടെ ചിറകുകൾക്കുള്ളിൽ തന്നെ ഒതുങ്ങി എപ്പോഴും നിൽക്കണമെന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. അല്ലെങ്കിൽ അവർ കൊണ്ടുതരുന്ന ഭക്ഷണവും അല്ലെങ്കിൽ അവർ കൊണ്ടുതരുന്നത് അവരുണ്ടാക്കി വെച്ചതെല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കണം, അവിടെ തന്നെ കൂടി അവർക്കൊപ്പം ഇരിക്കണമെന്ന് വരുന്ന ഒരു വ്യക്തിയല്ല. അതങ്ങനെ ഇരിക്കുന്ന വ്യക്തികളുണ്ട്, അത് ഇതായിരിക്കും. പക്ഷേ ഞാൻ അവരുടെ ചിറകുകൾക്കുള്ളിലാണെന്നുണ്ടെങ്കിലും പുറമേ ഞാൻ കുറച്ച് കണ്ടെത്തേണ്ടതായിട്ട് കാര്യങ്ങളുണ്ട്. എനിക്കൊരു ലൈഫുണ്ട്, അത് ഞാൻ കണ്ടെത്തേണ്ടതായിട്ട് കാര്യമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പോകുന്നത്. ഒരിക്കലും എനിക്ക് അവരുടെ ചിറകളിൽ ഞാൻ ആവശ്യത്തിന് അവരെ ഞാൻ എന്ന് പറഞ്ഞാൽ അവരെ വിളിക്കുന്നതുകൊണ്ട്, അവരെ ആവശ്യത്തിന് കാണാൻ പോകുന്നതുകൊണ്ട്, ഞാൻ അവരുമായിട്ട് എന്നുകൊണ്ട് ഞാൻ അവരകന്നൊന്നുമല്ല, ഞാൻ അവനൊന്നും ചെയ്യാതെ ഒന്നുമല്ല ഞാനിരിക്കുന്നത്. ഓക്കെ, എനിക്ക് എപ്പോഴും അവരുടെ മടിയിലിരിക്കണമെന്നുള്ളതൊന്നുമില്ല എനിക്ക്. അതിൻ്റെയൊക്കെ ഒരു പ്രായം കഴിഞ്ഞു. ഇതിലേക്ക് സ്വന്തമായിട്ട് സമ്പാദിക്കണം. അത് ഇപ്പം ഞാൻ എൻ്റെ ലൈഫിൽ എന്തെങ്കിലും കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛനമ്മമാരും തന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിലേ ജീവിക്കും എന്നുള്ള ഭാഷയിലല്ല ഞാനിരിക്കുന്നത്. ഓക്കെ, ഞാനൊരു വണ്ടി എടുത്തപ്പോൾ പോലും ഞാൻ എൻ്റെ അപ്പനമ്മമാരല്ല എനിക്ക് ക്യാഷ് തന്നത്. ഞാൻ ജോലിക്ക് പോയിരുന്ന സമയത്ത് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് കൊടുത്തിട്ടാണ് ഞാൻ EMI എടുത്തിട്ടുള്ളത്. അതിൻ്റെ ക്യാഷ് അടയ്ക്കുന്നത് ഞാൻ തന്നെയാണ്. അതിൽ പെൻഡിങ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അതിപ്പോൾ പെൻഡിങ് വരാത്ത ആൾക്കാരില്ല, കുറച്ച് ലാഗ് അടിക്കുന്നുണ്ട്, ചില കാര്യങ്ങളായിട്ട് ലാഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ എന്താണെന്ന് പറഞ്ഞിട്ട് അതെനിക്ക് മറ്റുള്ളവരല്ലല്ലോ എനിക്ക് ക്യാഷ് തരുന്നത്. ഇതിപ്പോൾ ഞാൻ സമ്പാദിച്ചാലാണ് എനിക്ക് കൊടുക്കാനും പറ്റത്തുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടുകാർക്ക് എന്നും പറഞ്ഞുകൊണ്ട്. പക്ഷേ എനിക്ക് വീട്ടുകാരെ തന്നെ എല്ലാ കാര്യങ്ങളും എപ്പോഴും അവരുടെ ക്യാഷിന്, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു പെൻഷൻ ക്യാഷോ, അല്ലെങ്കിൽ അവർക്ക് എവിടെന്നെങ്കിലും കിട്ടുന്ന ക്യാഷോ, അല്ലെങ്കിൽ അവർ ജോലി ചെയ്യുന്ന ക്യാഷോ, അവരങ്ങനെ ഉള്ളതൊക്കെ സമ്പാദിച്ചല്ലെങ്കിൽ അവർ തന്നെ ഫുള്ള് നമ്മൾ നോക്കിക്കോളൂ എന്നുള്ള ഭാഷയിലിരിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഓക്കെ, അത് മറ്റുള്ളവർക്ക് പറ്റുമായിരിക്കും, എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ അങ്ങനെ വളർന്നു വന്ന ഒരു വ്യക്തിയോ അല്ല. ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഞാൻ ഇനി ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ക്യാഷിൻ്റെ വില അറിയിച്ച് തന്നെയാണ് അവർ വളർത്തിയത്. അപ്പോൾ ഒരിക്കലും കഷ്ടപ്പാട് അറിയിക്കാതെയല്ല വളർത്തിയത്, കഷ്ടപ്പാട് അറിയിച്ചിട്ട് തന്നെയാണ് വളർത്തിയത്. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഇതുവരെ വന്ന് നിൽക്കുന്നത്. പിന്നെ ഒരു വ്യക്തിയുടെ വീട്ടിൽ ചെന്നിട്ട് ഗുണ്ടായുസം കാണിക്കുന്നത് ശരിയല്ല. ഓക്കെ, അത് ആ ആൾ അവിടെ അയാളുടെ ഫ്രീഡമായിട്ടാണ് കഴിയുന്നത്. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് വേറെ എൻ്റെ അപ്പനമ്മമാരാണ് അവിടെ ഗൃഹനാഥയും അവിടെ ഉണ്ട്. അവർ തന്നെയാണ് വീട് കൈകാര്യം ചെയ്യുന്നത്. എന്നെ നോക്കണമെന്നുണ്ടെങ്കിൽ അവർ നോക്കിക്കോളും. അവർ പറഞ്ഞ് വിലക്കാനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അവരെന്നെ പറഞ്ഞ് വിലക്കിക്കോളും. പിന്നെ അതെൻ്റെ അപ്പനമ്മമാർ. അല്ലാതെ വേറൊരാൾക്ക് അവിടെ കയറി വന്നിട്ട് ഞാൻ അതിനുള്ളൊരു എന്ന് പറഞ്ഞാൽ ഒരു സ്പേസ് ഇല്ല. കാരണം എന്തിനാണ് ഞാൻ മറ്റുള്ള ആരുടെയും വീട്ടിലോ മറ്റേ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഞാൻ കയറി വന്നിട്ട് അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ ഞാനും എൻ്റെ അച്ഛനൊക്കെ എത്ര കയറി വരണമായിരുന്നു. പിന്നെ ഒരു പറഞ്ഞൊരു കേസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ എന്ന് വെച്ചാൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും വയ്യാണ്ടായി കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ഓടി വരണ്ടേ? ഓടി വന്ന ആൾക്കാർ. പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഞാനിങ്ങനെ മുമ്പ് ഒരിക്കൽ കുറേ നാളൊക്കെ മുന്നെയാണ് കേട്ടോ, അത് കുറേ ഇതായി. അപ്പോൾ ഒരു നൈബർഹുഡിന് വയ്യാണ്ടായി. ആ നൈബർഹുഡിൻ്റെ പിന്നെ മകൾക്ക് വയ്യാണ്ടായ സമയത്ത് എൻ്റെ അമ്മ ഓടിച്ചെന്നു. എന്താണ് ഭയങ്കര ഉച്ചത്തിൽ അലർ വിളിച്ചൊക്കെ സൗണ്ട് ഉണ്ടാക്കി കിടന്നിട്ട് കരഞ്ഞ് വിളിച്ചത്. അപ്പോഴത്തേക്ക് ഓടിച്ചെന്ന് എന്താ നോക്കാൻ ചെന്നത് ഓർമ്മയുണ്ട്. കഥക് പിടിച്ച് അമ്മയുടെ കയ്യിൽ ഒരൊറ്റ അടി. നൈബർഹുഡ് ആ കൈ മടങ്ങി അങ്ങനെ നല്ല പെയിനായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ അതിന് ചോദിക്കാനായിട്ട് ഇപ്പം ഞാൻ എന്തോ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊന്നും പറഞ്ഞില്ലേ? അന്ന് ഈ ആൾക്കാർ ആരെയും കണ്ടില്ലല്ലോ അതൊരു സംസാരിക്കാനായിട്ട് എടുക്കാനായിട്ട്. എൻ്റെ അച്ഛനും ഞാനും എന്തുമാത്രം വീട്ടിൽ കയറി വന്നിട്ട് ഞങ്ങൾ ബഹളം ഉണ്ടാക്കണം. വേറൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് സ്വന്തം ഇപ്പം അറിഞ്ഞ കൂട്ടത്ത് സ്വന്തം അപ്പനമ്മമാരെ ആര് പറഞ്ഞാലും നീ ചെയ്താലും ആര് കണ്ടോണ്ടിരിക്കത്തില്ല. അപ്പോൾ ഞാനെന്തോ ഒന്ന് നോക്കി നിൽക്കണമായിരുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ അതെൻ്റെ കഴിവില്ലായ്മയല്ലേ ചോദ്യം ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിനെന്താ ഉത്തരമാണ് പറയേണ്ടത്? അപ്പോൾ ഈ പറഞ്ഞ ആൾക്കാരാരെയും സംസാരിക്കാൻ എഴുതുന്ന ആരെയും അവിടെ കണ്ടില്ലായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് പിന്നെ വയ്യായിക വന്നാൽ എടുത്തുകൊണ്ട് പോകാനായിട്ട് കാണുള്ളൂ, ശരിയാണ്. പക്ഷേ എൻ്റെ അമ്മ ഇപ്പോഴും ഒരു കൈ വയ്യാണ്ട് അമ്മ ഇപ്പോഴും ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ പോകാറുണ്ട്. ഓരോ മെഡിക്കൽ ആവശ്യങ്ങൾക്കായിട്ടൊക്കെ കൈ കാണിക്കാനായിട്ടൊക്കെ പോകാറുണ്ട്.
അച്ഛൻ്റെ ഇതിൽ ജോലിക്കും പോകാറുണ്ട്. ചിലപ്പോൾ അച്ഛന് ജോലിക്ക് പോകാനും പറ്റില്ല, കാരണം കൊണ്ടുപോകാനായിട്ട് വേറെ ആളില്ല. അപ്പോൾ അതുകൊണ്ട് അമ്മയെ കൊണ്ട് പോയിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് വൈകുന്നേരമൊക്കെ ആകും. അപ്പോൾ നല്ല പെയിനായിട്ട് അവിടെ കിടന്ന് വീട്ടിൽ കിടന്ന് നിൽക്കാറുണ്ട്. ഇപ്പോഴും കൈവയ്യാണ്ടൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ വെച്ചാൽ അവരെ കൊണ്ടുപോകാനുള്ളൂ. എൻ്റെ അമ്മയ്ക്ക് അച്ഛനും എൻ്റെ അമ്മയ്ക്ക് വയ്യാണ്ടായാൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, അങ്ങനെ സങ്കടമുള്ള ആൾക്കാരെന്നുണ്ടെങ്കിൽ ഈ സങ്കടമൊന്നും അപ്പോഴും ഇതുവരെ ഞാൻ കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ എൻ്റെ അങ്ങനെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ, എൻ്റെ അമ്മയ്ക്ക് ഇപ്പോഴും കൈ വയ്യ, നിങ്ങൾക്ക് അങ്ങനെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മയെ കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോവുക, കൈ ഒന്ന് ശരിയായി കൊടുക്കാനായിട്ടൊന്ന് ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ആവശ്യങ്ങളുണ്ട്. അപ്പോൾ അച്ഛനപ്പം ജോലിക്ക് പോകാമല്ലോ. അങ്ങനെ നിങ്ങൾക്ക് സഹായിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം അമ്മയ്ക്ക് കൈ വയ്യ, ഒന്ന് കൊണ്ടുപോയി ഒന്ന് സഹായിച്ചാലും ഓക്കെ. പിന്നെ അറിയ പറയുന്ന കേട്ടു എന്ന് പറയുന്നത് കേട്ടു, എന്നെ അങ്ങനെയല്ല കണ്ടിരുന്നതെന്ന് പറയാം. എന്നെ എങ്ങനെയാണ് നിങ്ങൾ കണ്ടിരുന്നത്? അപ്പോൾ ഇതുവരെ കണ്ടതുപോലെ അല്ല, എനിക്ക് എന്താണ് ഒരു പ്രത്യേകത വന്നത്? ഞാൻ ആരുടെയും വ്യക്തിപരമായിട്ട് അവരെ ഹനിക്കാനോ ഇറക്കാനായിട്ട് ഞാൻ വന്നിട്ടില്ല. ഞാൻ മെയിനായിട്ട് ഒരു കാര്യം പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് ഇടയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പം ഞാൻ എന്ത് ക്യാരക്ടർ ചേഞ്ചാണ് എന്നിൽ കണ്ടതെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഒരു കാര്യം പറഞ്ഞില്ല, ഒരാൾ ഉയർച്ചകളിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ ഉയർച്ചയിലെത്താൻ ശ്രമിക്കുമ്പോൾ പിന്നെ എന്താണ് ഉയർച്ചയിലെത്തിയെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞ, ഞാൻ അങ്ങനെ വലിയ ഉയർച്ചകളൊന്നും എത്തിയിട്ടില്ല. പക്ഷേ അയാളുടെ ഒരു ശ്രമം എത്താൻ ശ്രമിക്കുമ്പോൾ ആളെ മുളയിലേന്ന് വിളിക്കളയാന്നൊക്കെ പറയത്തില്ല, അതുപോലെ നമ്മളെങ്ങനെ വെട്ടി അങ്ങ് ഇടാനായിട്ടുള്ള ശ്രമങ്ങൾ പോലെയൊക്കെയാണ് എനിക്ക് ചില സമയത്തൊക്കെ തോന്നിയിട്ടുള്ളത് കേട്ടോ. അതങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. കാരണം അങ്ങനെയാണ് തോന്നാറ്. നമുക്ക് എല്ലാത്തിനും ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നാലും മുളയിലേ നുള്ളിക്കളയുക എന്നുള്ളൊരു ഹനിക്കൽ പോലെയാണ് തോന്നിയത്. ഫാമിലിയിൽ ഓരോ ഫങ്ഷൻസ് വെക്കാറുണ്ട്. ഞാൻ അങ്ങനെ ഒരു ഫങ്ഷൻ വീഡിയോ അല്ല ഫങ്ഷൻസ് വെക്കാറുണ്ട്. അപ്പോൾ പിന്നെ ആ ഫങ്ഷന് ഒട്ടുമിക്ക എല്ലാവരും വന്ന് സഹായിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്, അവർ എൻജോയ് ചെയ്യാറുണ്ട്. ചില സമയത്ത് എല്ലായ്പ്പോഴും നമുക്കത് സെലിബ്രേറ്റ് ചെയ്യാനോ ഒന്നും പറ്റിയെന്നിരിക്കത്തില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദീപാവലിക്ക് ഒരു മഹത് വ്യക്തി ചോദിച്ചു. ആ വ്യക്തി ചോദിച്ചത്, അവിടെ ദീപാവലിയുടെ സെലിബ്രേഷൻസ് നടന്നപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നില്ലേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. ആ വ്യക്തിയോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ മുന്നിൽ മഹത് വ്യക്തി അങ്ങനെ കണ്ടില്ല, അത്ര വിഷമമാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തു തന്നാൽ വളരെ ഉപകാരമായിരിക്കും. അടുത്ത ദീപാവലിക്ക് ഈ വ്യക്തിയുടെ കണക്കിന് ഞങ്ങൾക്ക് കുറച്ച് പടക്കങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ മേടിച്ച് ആളുടെ ഇതിൽ വന്നിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും വന്ന് സഹകരിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഇത് ഉണ്ടായാൽ ഞങ്ങളെല്ലാവരും വന്ന് കൂടുന്നത്. അങ്ങനെ ഒരു വിഷമം അങ്ങേക്ക് തോന്നിയെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് അവിടെ വന്നിട്ട് സഹകരിക്കുന്നതായിരിക്കും. അങ്ങയുടെ ചിലവിൽ കുറച്ച് പടക്കങ്ങളും കമ്പക്കെട്ടുകളും എല്ലാം മേടിച്ച് കൊണ്ട് വെച്ചോളൂ. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് വന്ന് ആഘോഷിച്ച് അങ്ങയുടെ സങ്കടം നമുക്ക് മാറ്റിത്തരാവുന്നതാണ്. ഇപ്പം ഇപ്പം വിചാരിക്കും ഞാൻ അങ്ങോട്ട് എന്തെങ്കിലും ഊന്നി പറയണം. ഞാൻ ഊന്നി പറഞ്ഞതല്ല കേട്ടോ, ഞാൻ കോമൻറ്റ് പറഞ്ഞതാണ്. ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഒരു ഫംഗ്ഷൻ വയ്ക്കുമ്പോഴത്തേക്ക് എല്ലാവരും വരാറുമുണ്ട്, സഹകരിക്കാറുമുണ്ട്, ശരി തന്നെയാണ്. പിന്നെ ഇടയ്ക്ക് ലാഗുകളൊക്കെ വരുന്നുണ്ട്. അതങ്ങനെ ഒരു ഡൗട്ട് ചോദിച്ചത് കൊണ്ട് ഞാൻ പറയണം, ലാഗ് വരുന്നുണ്ട്. കാരണം പലരും ഫാമിലീസായി, അപ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്, അവർക്ക് അതിൻ്റേതായിട്ടുള്ള ജോലിയുടെ തിരക്കുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലായ്പ്പോഴും ഒരുപോലെ വരണമെന്നില്ല. അപ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള തിരക്കുകൾ നമ്മൾ അറിയണം, മനസ്സിലാക്കണം. അതിപ്പോൾ ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും അതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ ചിലപ്പോൾ കണ്ടില്ല എന്നിരിക്കും. അതുകൊണ്ട് ആ വ്യക്തിക്ക് അങ്ങനെ സങ്കടം തോന്നിയെന്നുണ്ടെങ്കിൽ ഇതാണ് കാര്യം. എല്ലാവരും കല്യാണം കഴിഞ്ഞ ഒരു കുടുംബമായി. ഓക്കെ, എല്ലാവരും കല്യാണം കഴിഞ്ഞ ഒരു കുടുംബമായി. ആവാത്തവർ അതിൻ്റെ നല്ല ജോലിയുടെ ഒരു തിരക്കിലുമാണ്. അപ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള അവരുടെ കാര്യങ്ങൾക്ക് അവർക്ക് ശ്രദ്ധ കൊടുക്കാൻ അവർക്ക് മര്യാദയ്ക്ക് നിൽക്കാൻ പറ്റുന്നില്ല. പിന്നെ അവർക്ക് എങ്ങനെ ഒരു ഇതിൽ സഹകരിച്ച് വരാൻ പറ്റും? അപ്പോൾ അതിൻ്റെ ഒരു കുറവ് നമ്മൾ എന്തായാലും അത് മാനിച്ച് നമ്മുടെ അടുത്ത ഒരു കുറവ് ഇങ്ങനെ ഒരു ഉപകാരം ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കത് എല്ലാവർക്കും ഒരുമിച്ച് വരുന്നതായിരിക്കും. ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യാം. ഓക്കെ, വേറൊരു കാര്യങ്ങൾ പറഞ്ഞേക്കാം. ഇങ്ങനൊരു ക്വസ്റ്റ്യൻസ് വന്നതുകൊണ്ടാണ്. ഇപ്പം ഞാൻ കമൻറ്റിൽ വന്ന കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത്, കമൻറ്റായിട്ട് വന്നതല്ല. ഇത് പലരും നിന്ന് അറിഞ്ഞൊരു കേസ് ആയതുകൊണ്ട് ഞാൻ പൊതുവെ പലരും പറയുമ്പോഴത്തേക്ക് അവിടെ തന്നെയാണ് കേട്ടോ, എൻ്റെ ഒരു ഹോം ടൗണിൽ തന്നെ ആണ്. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഫാമിലിപരമായിട്ട് പ്രശ്നമുണ്ടോയെന്നാണ്. ഫാമിലിപരമായിട്ട് അങ്ങനെ വലിയ പ്രശ്നങ്ങളുണ്ടായിട്ടല്ല. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ ഒരു വീടിൻ്റെ സ്ഥലത്തുള്ളതിൽ എനിക്ക്
എനിക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നു, ജിമ്മിൽ അവിടെ നിൽക്കാനായിട്ടുള്ള വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ചൂസ് ചെയ്ത് ഞാൻ വന്നത്. അല്ലാതെ അവിടുത്തെ എല്ലാവരും ഭയങ്കര ഗുണ്ടകളെന്നല്ല ഞാൻ പറഞ്ഞു വരണത്. എല്ലാവരും വലിയ പ്രശ്നക്കാരൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അങ്ങനെ ആരും കരുതണ്ട, അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ പേരിൽ എനിക്ക് കുറച്ച് നെഗറ്റീവ് അടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഞാനെന്നുള്ളൊരു വ്യക്തി ഭയങ്കര ഒരു നെഗറ്റീവ് റോളിലോട്ട് മാറി. കാരണം ഒരു എന്ന് പറഞ്ഞ ഒരു ഭീകരണം എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു ലെവലിലോട്ടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ ഇപ്പോൾ എന്നെ അങ്ങനെ ഒരു ക്യാരക്ടറായിട്ടൊക്കെയാണ് ഇപ്പോൾ ചിത്രീകരിച്ചൊക്കെ വെച്ചിരിക്കുന്നത്. പക്ഷേ അതെനിക്ക് എങ്ങനെ നിങ്ങൾ പറഞ്ഞ് എനിക്ക് അവരെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് അതിൻ്റെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം അത് നമ്മളിപ്പോൾ ഒരാൾ പറയുന്നത് അയാളുടെ മിണ്ട് സഹകരിക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അതോടെ ഡിപ്പെൻഡ്സ് അവരുടെ ഇതായിരിക്കാം. നമുക്ക് ഒരാളെ കിടന്ന് തരത്തില്ല, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് മിണ്ടടോ എൻ്റെ സംസാരിക്കടോ എന്ന് പറയുന്നത് നമുക്ക് താങ്ങി വിളിക്കാനോ കാര്യങ്ങളൊന്നും പറ്റത്തില്ല, ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ചെയ്യാമെന്നുള്ളത് അത് അവരുടെ ഒരു ഇഷ്ടത്തിന് അങ്ങ് വിട്ടേക്കുക. ഓക്കെ, കാര്യം പറയട്ടെ, അവിടെ ഒരു കല്യാണമല്ല നടന്നത്, പല കല്യാണങ്ങൾ നടന്നിട്ടുണ്ട്. ഈ പല കല്യാണങ്ങളെല്ലാം ആരാണ് എന്താണെന്നുള്ളതൊക്കെ പിന്നെ അത് ഞാൻ പറഞ്ഞത് എന്താണെന്നുള്ള ഞാൻ ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ വ്യക്തി ഇതിലോട്ട് വലിച്ചടയ്ക്കണമെന്ന് വിചാരിച്ചിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കല്യാണം വന്നു അതിന് സാധാരണ ഇല്ലെന്ന് ഞാൻ അങ്ങനെ ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഇന്ന ആൾക്കാരാണെന്നുള്ള ഈ വ്യക്തിയിൽ പറയാത്ത ആൾക്കാർ എന്തിനാണ് കയറി വന്നിട്ട് ഇതിലൂടെ അത് സംഭവം ഞാൻ പറഞ്ഞുതരാം. ഇതിവിടെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ വേറൊരു കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ രാവിലെ മുതൽ ഇപ്പോൾ ഞാൻ ഇവിടെ പോകുമ്പോഴത്തേക്കും ഇപ്പോൾ എൻ്റെ ബാക്കിൽ നടക്കും എന്നുള്ളൊരു നൈബർഹുഡിൻ്റെ ഒരു കേസ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇന്ന ആളാണെന്ന് ഇന്നൊരു സംഭവം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അത് ഇപ്പോൾ അവർക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം അത് അവരെയാണ് പറഞ്ഞതെന്നുള്ളത്. അപ്പോൾ അവരാണെന്നുള്ള അവരെ മാത്രം പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളൊരു തോന്നലുണ്ടായപ്പോഴത്തേക്ക് പിന്നെ ഒരു ലാസ്റ്റ് എല്ലാം പറഞ്ഞിട്ട് ആ വീഡിയോയുടെ ലാസ്റ്റാണ് ഞാൻ പറഞ്ഞത്. ഒരു മാരേജ് ഉണ്ടായ മാരേജിന് ശേഷം പിന്നെ വന്നിട്ട് സഹകരിച്ചിട്ട് പിന്നെ സഹകരിക്കാത്ത ആൾക്കാരുണ്ട്, അങ്ങനെ ഒരു സംഭവം ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അതൊരു പോയിൻ്റാക്കി എടുത്തിട്ട് അത് നിങ്ങളെയാണ് ഉദ്ദേശിച്ചത്, നിങ്ങളെ തന്നെയാണ് ഉദ്ദേശിച്ചത്. നമ്മളെ ഓരോ സിനിമയിൽ പറയും ജഗതിചേട്ടൻ പറയത്തില്ലേ, അത് എന്നെ തന്നെയാണ് ഉദ്ദേശിച്ചത്, അത് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതില്ല. അതുപോലെ കാരണം അവർക്ക് ഇപ്പോൾ ഒറ്റ എന്നുള്ളൊരു തോന്നലുണ്ടായിരിക്കാം, ചിലപ്പോൾ അത് തങ്ങളെ മാത്രം പറഞ്ഞിട്ടുള്ള തോന്നലുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് അത് നിങ്ങളെയാണ് പറഞ്ഞത്, അത് ഇന്നയാൾ നിങ്ങളുടെ മാരേജല്ലേ ലാസ്റ്റ് ഉണ്ടായെന്നൊക്കെ പറഞ്ഞിട്ട് അവരും കൂടെ കൂട്ടുപിടിച്ചിട്ടൊക്കെ ഇരിപ്പുണ്ട്. എൻ്റെ പൊന്നു മക്കളെ, അങ്ങനെ ആ ഒരു മാരേജ് ഫംഗ്ഷൻ ആരെ പറഞ്ഞു എന്നുള്ളത് എനിക്കേ അറിയത്തുള്ളൂ. അത് റീസെൻ്റായിട്ട് അവിടെ മാരേജ് നടന്ന വ്യക്തികളൊന്നും അല്ല. എന്ന് പറഞ്ഞാൽ അവിടെ പല മാരേജ് നടന്നിട്ടുണ്ട്. നിങ്ങളൊരു മാരേജ് അല്ല അവിടെ ലാസ്റ്റ് നടന്നത്, പല മാരേജ് അവിടെ നടന്നിട്ടുണ്ട്. ഈ പല മാരേജുകളിൽ ആരം പറഞ്ഞെന്നുള്ളത് അത് എനിക്കും അറിയാം, എനിക്കറിയത്തുള്ളൂ. അത് ഞാനിപ്പോൾ അവരെ കുറ്റപ്പെടുത്താനാണ് അല്ലെങ്കിൽ ഇവരെ കുറ്റപ്പെടുത്താനാണ് എനിക്ക് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ തോന്നുന്നുണ്ടോ? ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, അതെന്താണെന്നുള്ളത് എനിക്കേ അറിയത്തുള്ളൂ, ആരാണെന്നുള്ളത് എനിക്കേ അറിയത്തുള്ളൂ. പക്ഷേ ഞാൻ വീഡിയോ ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, ഞാൻ വീഡിയോ എടുത്തത് ഒരാളെ എൻ്റെ ഫാമിലിക്കാരെ കുറിച്ചോ അല്ലെങ്കിൽ അവരെ കുറിച്ചൊരു മാത്രം കുറ്റം പറയാനുള്ള വീഡിയോ ആയിട്ടല്ല എടുത്തത്. റീസൺ എന്തുകൊണ്ട് ഞാൻ പ്രിഫർ ചെയ്തു, എനിക്ക് എന്തുകൊണ്ടാണെങ്കിൽ ഔട്ട്സൈഡ് പോയിട്ട് ജോബ് ചെയ്യാനുള്ള ഒരു മൈൻഡ് ഉണ്ട് എന്നുള്ള ആ ഒരു ഇത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അതെന്താ നിങ്ങൾക്കത് മനസ്സിലാവാതെ എന്താണ്? അതാദ്യം മനസ്സിലാക്കുക, അതിനുള്ളൊരു ഇത് ഉണ്ടാക്കിയെടുക്കുക. അതിനൊരു തോട്ട് ഓഫ് മൈൻഡ് ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞിട്ട് എന്താ നിങ്ങൾക്ക് അതിനുള്ളൊരു പറയും മെച്യൂരിറ്റി ഉണ്ടെന്നുള്ളൂ. എന്നിട്ട് പറഞ്ഞിട്ട് എനിക്ക് അതിനുള്ളൊരു മെച്യൂരിറ്റി ഇല്ലയെന്ന് പറഞ്ഞു. എനിക്കങ്ങനെ ഞാൻ ഭയങ്കര മെച്യൂരിറ്റി ആണെന്നൊന്നും ഞാൻ പറയത്തില്ല. എനിക്ക് ആവശ്യത്തിന് എനിക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അത് ഇല്ലാതെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് അവരുടെ ഒരു തോട്ട് ഓഫ് മൈൻഡ് ആയിരിക്കാം. ബട്ട് എനിക്ക് ആവശ്യത്തിനുള്ളൊരു മെച്യൂരിറ്റി എനിക്കുണ്ട്. ഞാൻ പക്ഷേ അത് ഇന്നതുപോലെയാണ്, ഞാൻ ഇങ്ങനെ പോലെയാണ് ഇവിടെ ജീവിക്കുന്നത്, ഞാൻ ഇന്ന രീതിയിലാണ് ഇവിടെ ജീവിക്കുന്നത് എന്നുള്ളതൊക്കെ എനിക്കെൻ്റെ കാര്യമാണ്. പിന്നെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ഒരു റിയൽ ലൈഫ് കാണിക്കാം, ഒരു ഫേക്ക് ലൈഫും കാണിക്കാം. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് ഒരു ഫേക്ക് പോലെ കാണിക്കാനോ അല്ലെങ്കിൽ ഒരു റിയലിൽ ഞാനിങ്ങനെ കാണിക്കാനോ എനിക്കെല്ലാം വന്നിട്ട് തുറന്ന് കാണിക്കാന്നുള്ളത് ഉണ്ടോ? അങ്ങനൊരു നിയമം ഉണ്ടോ? ഇല്ലല്ലോ. എനിക്ക് എന്താണ് പറയണമെന്നുള്ളത്, എനിക്ക് കാണിക്കണമെന്ന് തോന്നുന്നുള്ളത് ഞാൻ കാണിക്കാറുണ്ട്, പറയാറുണ്ട്, സംസാരിക്കാറുണ്ട്, വീഡിയോ എടുക്കാറുമുണ്ട്. ഓക്കെ, അല്ലാതെ അത് എല്ലായ്പ്പോഴും എൻ്റെ ഒരു ലൈഫ് തുറന്ന് കാണിക്കണം, ഞാൻ ഇങ്ങനെയാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ എനിക്ക് ഇത്ര ഇൻകം ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത്, ഇന്ന കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, എനിക്ക് ഇത്ര സാലറി ഉണ്ട് എന്ന് പറയണമെന്നുള്ളൊരു ആവശ്യമുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഉണ്ടോ? ഉണ്ടായിരിക്കാം, ചിലർ കാണിക്കുന്നവരുണ്ട്, പക്ഷെ എനിക്കില്ല. അത് മനസ്സിലാക്കൂ. ഓക്കെ,
പിന്നെ ഒന്നുകൂടെ മനസ്സിലാക്കി വയ്ക്കുക, സോഷ്യൽ മീഡിയയിലൂടെ ഒരാൾക്ക് ഒരാളുടെ ലൈഫ് തുറന്ന് കാട്ടാം, കാണിക്കാതെ ഒരു ഫേക്ക് ലൈഫ് തുറന്ന് കാണിക്കാം, അല്ലെങ്കിൽ ഒരു റിയൽ ലൈഫ് തുറന്ന് കാണിക്കാം. എന്തും പറയാമെന്നുള്ളതല്ല, എന്നാൽ ആൾക്കാരുടെ ജീവിതം തുറന്ന് പറയണം എന്നുണ്ടെങ്കിൽ ആൾക്ക് പറയാം. എത്രയോ പിന്നെ പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ട് ഒരാളുടെ ജീവിതത്തെ പറ്റി, ഒരാളുടെ കാര്യങ്ങൾ. പിന്നെ എത്രയോ പേരുടെ അവരുടെ ഒരു ജീവിത കഥകൾ അവർ പറയുന്നുണ്ട്, എത്രയോ ലൈഫ് സ്റ്റോറീസ് ഇറങ്ങുന്നുണ്ട്. ഇതൊന്നും കാണാതാണോ വരുന്നതെന്ന് എനിക്ക് അറിയത്തില്ല ആൾക്കാർ. എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ കാണുന്ന ഓഡിയൻസിനല്ല ഞാൻ പറയുന്നത്, ഓക്കെ. ഇത് ഞാനൊരു വീഡിയോ എന്നുള്ള എൻ്റെ ഫാമിലിപരമായിട്ട് കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായി. എനിക്കതിൽ എൻ്റെ വീട്ടിൽ വന്നിട്ട് കുറേ ഭീഷണിയൊക്കെ എടുത്ത് നിർത്തി, എന്നെ വന്ന് കളഞ്ഞാൽ അങ്ങനെ ചെയ്ത് കളയും, എന്നെ ഇങ്ങനെ ഇതാക്കി കളയും, ഞാൻ എവിടെയാണ് ലൊക്കേഷൻ, ഞാൻ അവിടെ വന്നിട്ട് നേരിട്ട് സംസാരിക്കാം, ഞാൻ എന്നാ പറഞ്ഞതെന്ന് നോക്കിയിരിക്കുന്നത്, ഞാൻ എന്നാ പറഞ്ഞതെന്നുള്ളത് ഞാനല്ലേ തീരുമാനിക്കുന്നത്. ഞാൻ വരും, ഞാൻ വന്നിട്ട് അത് പിന്നെ എന്താ പറയുക, എൻ്റെ ഫാമിലിയെ കാണാനായിട്ട് ഞാൻ വരും, എൻ്റെ ഫാമിലിയെ കാണാനായിട്ട് ഞാൻ സംസാരിക്കും. അതൊക്കെ എൻ്റെ ഒരു താല്പര്യങ്ങളല്ലേ, അതെന്തിനാ അറിയുന്നത്? ആവശ്യമുള്ളവർക്കെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയും. പക്ഷേ അത് ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമല്ലേ, ശരിക്കും പറഞ്ഞാൽ അത് വ്യക്തി സ്വാതന്ത്ര്യമല്ലേ. എന്തിനാണ് അവരുടെ ലൈഫിൽ കയറി അതിനൊക്കെ സംസാരിക്കാൻ പോകുന്നത് എന്തിനാണ്? അവനവൻ്റെ ലൈഫ് നോക്കിക്കൂടെ? ഒരു പോയിൻ്റ് ഇവിടെ പറഞ്ഞു വെച്ചാൽ, ഇവൻ അവിടെ ജോലിയൊന്നുമില്ലേ, വില മൂല്യമൊന്നുമില്ലേ, എപ്പോഴും വീഡിയോ എടുത്തിടുന്ന കാണാമല്ലോ. എൻ്റെ പൊന്നു ആൾക്കാരെ, അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത്, എല്ലാ വീഡിയോ ക്രിയേറ്റേഴ്സും ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. അവരുടെ ഒരു ടൈം അവർ ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്. ഈ ജോലിക്ക് പോകുന്ന ടൈമിൽ ഒരു ടൈം അവർ ഫ്രീ ആയിട്ട് അവർ ഇതിന് വേണ്ടി മാറ്റി വയ്ക്കും, വീഡിയോ എടുക്കാനായിട്ട് മാറ്റി വയ്ക്കും. അത് അവരുടെ ഇഷ്ടമല്ലേ, എപ്പോൾ വീഡിയോ എടുക്കണം, അവർ എടുക്കാതിരിക്കണോ, വേണ്ടയോ എന്നുള്ളതൊക്കെ, ഇതിനൊക്കെ എവിടെ ടൈം കിട്ടും എന്നുള്ളതൊക്കെ അത് അവരുടെ ഒരു വ്യക്തിപരമായിട്ട് കാര്യങ്ങൾ. എന്തിന് നിങ്ങളത് അറിയുന്നു? ഈ പറയുന്ന എന്നെപ്പോലുള്ള ഒരുപാട് കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. അവരൊക്കെ ഒരു ജോലിക്ക് പോയിട്ട് തന്നെയാണ് അവർ വീഡിയോ എടുക്കുന്നതും. പിന്നെ അത് എല്ലാം അവരുടെ ഇഷ്ടത്തിനെല്ലാം വീഡിയോ എടുക്കുന്നെല്ലാം അവർ ജോലിക്ക് പോയിട്ട് തന്നെയാണ്, അവരുടെ ടൈം മാറ്റി വയ്ക്കുന്നു എന്ന് മാത്രം. ഓക്കെ, അതുപോലെ തന്നെയാണ് ഞാൻ ജോലിക്ക് പോകുന്നുണ്ടെങ്കിലും എൻ്റെ ഒരു ടൈം ഞാൻ മാറ്റി വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അത് എൻ്റെ ഒരു ഇഷ്ടമാണ്, ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നുള്ള എൻ്റെ ഒരു ഇഷ്ടമാണ്. അത് മനസ്സിലാക്കാത്തത് എന്താണ്? ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ആൾക്കാർ തന്നെ എത്രയോ വീഡിയോസ് ഇടുന്നുണ്ട്, അവർക്ക് ഇതിൻ്റെയൊക്കെ സമയം കിട്ടുന്നത് ഞാൻ തിരിച്ച് ചോദിക്കുന്നതിൽ വല്ല ന്യായമുണ്ടോ? വല്ല ന്യായമുണ്ടോ? അത് അവരുടെ ഇഷ്ടമില്ല, അവർ ജോലിക്ക് പോയി വീഡിയോ എടുക്കുന്നതൊക്കെ അപ്പോൾ അവർക്ക് എവിടുന്ന ടൈം കിട്ടുന്നത്? അവരെല്ലാവരും ഇങ്ങനെ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. അവരുടെ ഒരു ടൈം അവർ മാറ്റി വെച്ചിട്ട് എല്ലാവരും വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാനും അതുപോലെയാണ്, എൻ്റെ ഒരു ടൈം മാറ്റി വെച്ചിട്ടാണ് ഞാനും വീഡിയോ എടുക്കുന്നത്. പിന്നെ പറഞ്ഞത്, അവൻ ഇപ്പോഴല്ലേ ജോലിക്ക് പോയി തുടങ്ങിയത്. ഞാൻ ഇപ്പോഴൊന്നുമല്ല, നേരത്തെ ജോലിക്ക് പോയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എന്നെ പറഞ്ഞവരും എപ്പോഴാണ് അവർ ജോലിക്ക് പോയത്, അവരും ഈ ഒരു എൻ്റെയൊക്കെ ഒരു ഏജിൽ തന്നെയാണ് അവരും ഒരു സ്ഥിര ജോലിക്ക് മാറിയത് തന്നെ. അതിന് മുന്നേ അവർ താൽക്കാലിക ജോലിയിലായിരുന്നു, ചെറിയ ജോലിയില്ലായിരുന്ന ടൈമുണ്ട്, എനിക്ക് ജോലിയുടെ ടൈമുണ്ട്. അപ്പോൾ അത് പറഞ്ഞാൽ ഒരു ന്യായമില്ല, ഞാൻ പറഞ്ഞൊരു ന്യായമില്ല. കാരണം എല്ലാവരുടെയും എപ്പോഴും എന്ന് പറഞ്ഞാൽ ഒരു ജോലിയിലോട്ട് എത്തുമ്പോഴത്തേക്ക് അതിന് ടൈമുണ്ട്. ഓക്കെ, അത് മനസ്സിലാക്കിടത്തോളം അത് അങ്ങനെ സംസാരിക്കത്തുള്ളൂ. നേരത്തെയാവും, ചിലർ താമസിക്കും, അത് ഡിപ്പെൻഡായിരിക്കും. അപ്പോൾ അതിന് കുറ്റം പറയാനായിട്ടുള്ളൊരു എന്താണ് ഒരു ഇതുള്ളത് അവിടെ? ആ പോയിൻ്റ് ഇതാണുള്ളത്? ഒരു ഇതും ഞാൻ കാണുന്നില്ല. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞവരൊക്കെ ഈ ഒരു സ്ഥിര ജോലി കേട്ട് അവിടെയൊക്കെ എത്രാമത്തെ വയസ്സിലാണ് അവർ കയറിയത്? അതിന് ആ ഒരു സംസാരിച്ചതിൽ ഒരു കുട്ടിത്വമല്ലേ ഉള്ളത്? അതാ പറയുന്നത്, മനസ്സിലായില്ലേ? അത് നമുക്കൊരു ചിന്തിക്കാന്നുള്ളതാണ്, നന്നായിട്ട് ചിന്തിച്ച് സംസാരിക്കുക. അതൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് പറയുമ്പോഴൊക്കെ ചിന്തിച്ച് സംസാരിക്കുക, അല്ലാതെ വായി തോന്നി പറയുമ്പോഴത്തേക്ക് പറയുന്ന വ്യക്തികളിൽ അത് എത്രമാത്രം ഉള്ളിലുണ്ടെന്ന് എന്ന് പറഞ്ഞാൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയായിരുന്നു അവർ ചിന്തിക്കത്തില്ല. എടുത്തടിച്ചുള്ള അങ്ങ് പറയുകയാണ്. ഫസ്റ്റ് ഞാൻ പറഞ്ഞ ആ ഒരു സന്യാസിയുടെ സ്റ്റോറി ഒന്നുമില്ല, ഞാൻ പറയണ അദ്ദേഹത്തെ പോലെ തന്നെ ആവും. കാരണം നമ്മൾ നന്നായിരുന്നാലേ മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ നന്നാക്കാൻ പോകുമ്പോഴത്തേക്ക് നമുക്ക് അതിനുള്ളൊരു യോഗ്യത ഉണ്ടായിരിക്കത്തുള്ളൂ. അല്ലാതെ നമ്മൾ ചുമ്മാ കിടന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ ആ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പറയുന്ന വ്യക്തികളുടെ ബാക്ക്ഗ്രൗണ്ട് അറിയാമെന്നുണ്ടെങ്കിലും അവർക്ക് ശരിയല്ലേ വരത്തുള്ളൂ. പിന്നെ പറഞ്ഞൊരു കേസ്, എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാരൊക്കെ കല്യാണം കഴിഞ്ഞു, ഞാനിങ്ങനെ നടക്കുമെന്നുള്ളത്, ഞാൻ എപ്പോൾ കല്യാണം ആവണമെന്നുള്ളത് എൻ്റെ ഇഷ്ടമല്ല. ഞാൻ എപ്പോഴും കല്യാണം കഴിക്കുന്നത് ഞാൻ ടൈം ആകുമ്പോഴത്തേക്ക് ഞാൻ കഴിച്ചോളൂ. എന്താണ് ഇത്ര സങ്കടം? നിങ്ങൾക്ക് എത്ര സങ്കടം? ആർക്കെത്ര സങ്കടം? ഒരാൾ കല്യാണം ആവുന്നതോ ഒരാൾ കല്യാണം കഴിഞ്ഞിട്ട് കുട്ടി ഉണ്ടാവുന്നതോ അത് അവരുടെ തീരുമാനമാണ്. നമ്മൾ ചെന്ന്
പറഞ്ഞിട്ടാണോ? അല്ലല്ലോ. അത് അവരുടെ ഡിപ്പെൻഡാണ്. ഒരാൾ കല്യാണം കഴിക്കണതോ അല്ലെങ്കിൽ അവർ കല്യാണം കഴിഞ്ഞിട്ട് കുട്ടി ഉണ്ടാകുന്നതോ അത് എപ്പോഴാവണമെന്നുള്ള തീരുമാനിക്കുന്നതൊക്കെ അവരാണ്. അത് ഞാനിപ്പോൾ കല്യാണം കഴിക്കാതെ നിൽക്കുന്നതിലൊന്നും അറിയാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ എനിക്കറിയത്തില്ല. അതെൻ്റെ കുറ്റമല്ല, എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് അതൊക്കെ. ഞാനെപ്പോൾ കല്യാണം കഴിക്കുന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം. വീട്ടുകാരുണ്ട്, അവർ തീരുമാനിച്ചോളും. ആരും അത്ര സങ്കടപ്പെടുകയൊന്നും വേണ്ട. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെറുതെ എന്തിനാണ് അനാവശ്യ ചിന്തകളൊക്കെ ചോദിക്കുന്നത്? അതൊക്കെ സംസാരമൊക്കെ എന്തിനാണ്? അനാവശ്യ ചോദ്യങ്ങളൊന്നും വേണ്ട. അതൊക്കെ മോശമായിട്ടുള്ള കേസാണ്. സഹകരിക്കേണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പം ഇനിവൻ്റെ അടുത്ത് ആരും സഹകരിക്കണമെന്നായിരിക്കും. അതൊക്കെ നിങ്ങളുടെ ഒരു ഇഷ്ടമാണ്. അത് അവരുടെ വ്യക്തി താല്പര്യങ്ങളാണ്. ആര് സഹകരിക്കേണ്ട എന്നുള്ളതൊക്കെ. എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് സഹകരിക്കുക, സംസാരിക്കുക, എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോഴത്തേക്ക് പോവുക, എന്തെങ്കിലും എപ്പോഴെപ്പോഴും കയറി ചെല്ലണമെന്നല്ല. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചെല്ലുക, സഹകരിക്കുക, സംസാരിക്കുക, നുണയൊന്നും പറയാണ്ട് സഹകരിക്കുക. പിന്നെ അവനവൻ്റെ കാര്യങ്ങൾ നോക്കുക. അതായത് എല്ലാവരും ഫാമിലിയുടെ എല്ലാവരും അവനവൻ്റെ ജീവിതമാണ്, അവനവൻ തന്നെയാണ് വിലയത് അവർ കുടുംബം നോക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് പറയേണ്ട ഒരു റൈറ്റ്സ് ഇല്ല. എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ എൻ്റെ ഒരു ഇതിൽ അവിടെ മൂത്തയാളാണ്, ഞാൻ ഫാമിലിയിലെ മൂത്തയാളാണ് അല്ലെങ്കിൽ തലമൂത്തതാണ് എന്നുള്ളൊരിതില്ല. ഞാൻ വിചാരിക്കുന്നത് തലമൂത്തതായാലും ഇതായിട്ടുള്ളതായാലും അവനവൻ്റെ വീട്ടിൽ കുടുംബമായിട്ടുണ്ടോ കുടുംബം നോക്കുക, അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ടോ അവനവൻ്റെ ഫാമിലി നോക്കുക. അത് അവരെ ഭരിക്കാൻ പോവുക. മറ്റുള്ളവരുടെ വീട്ടിൽ ചെന്ന് ഭരിക്കാനോ ഇതാക്കാനോ ഉപദേശിക്കാനോ നിൽക്കുന്നത് എനിക്ക് നല്ല ശരിയായിട്ട് കരുതില്ല. കുഞ്ഞു കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് ചെറിയ പിള്ളേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കണം. മാമാർ ചേട്ടന്മാരൊക്കെ പോകുന്നതിന് കാര്യമില്ല. ഇത് വലിയ ആൾക്കാരെ കിടന്ന് ഒരു പ്രായമായ ഒരു മെച്ചുവറായിട്ട് ഒരു വ്യക്തിയുടെ വീട്ടിൽ നിന്ന് സംസാരിക്കുക എന്നുള്ളത് അത് എന്ത് ഇതിലോട്ടുള്ള ഒരു ഇതാണെന്ന് എനിക്കറിയത്തില്ല. എനിക്കൊക്കെ അത് കോമഡിയായിട്ടാണ് തോന്നുന്നത്. എനിക്കത് കോമഡിയായിട്ട് തോന്നുന്നത്. പിന്നെ അത് വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തിയതൊക്കെ അത്ര ശരിയായിട്ടുള്ള കേസായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അതിനുള്ള ഒരു ഇത് വേണം, എന്തെങ്കിലും ഒരു ഇത് വേണം. അത് എനിക്കങ്ങനെ ഇതായിട്ടുള്ള കേസ് എന്തും വന്ന് വീട്ടിൽ വന്ന് പറയാമെന്നുള്ളൊരു ധാരണ അത് നല്ലതല്ല. എന്നെ വന്നു കഴിഞ്ഞാൽ അങ്ങ് ഇതായി കളയുമെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. എനിക്കറിയത്തില്ല. എന്നെ വന്നിട്ട് ഇതായി കളയുമെന്ന്. അവനവൻ്റെ കുടുംബങ്ങൾ നോക്കിയൊക്കെ ഇരുന്നാൽ പോരെ. എന്തിനാണ് എൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത്? ഞാനിവിടെ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ? നല്ല രീതിയിലാണെന്നുണ്ടെങ്കിൽ ഓക്കെ, മോശമായിട്ടുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് വലിയ താല്പര്യമില്ലാത്ത കേസാണ് അതൊക്കെ. പിന്നെ ഇങ്ങനെ ഒരു കാര്യം എനിക്ക് പറയണമെന്ന് എനിക്ക് രണ്ടാമത് വീഡിയോ എടുക്കണമെന്നുള്ള താല്പര്യമില്ലായിരുന്നു എനിക്ക്. ബട്ട് അത് എൻ്റെ വീട്ടിൽ വന്നിട്ട് അങ്ങനെയൊക്കെ സംസാരിച്ച് എന്നെ പറ്റി തന്നെ അത് എൻ്റെ അപ്പനമ്മയും കൂടെ ഒരു നെഗറ്റീവ് രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കിയ കാര്യങ്ങൾ പറയാൻ നെഗറ്റീവ് രീതിയിലോട്ട് ചിന്തിപ്പിച്ചു എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് തോന്നിയത് തന്നെ. ഇപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. ഒരിക്കൽ ഇത് പറഞ്ഞത് ഫാമിലി മൊത്തം ഞാൻ അടക്കം കുറ്റം പറയാനല്ല, എൻ്റെ വീട്ടിൽ ഇങ്ങനെ സംസാരിച്ചത് കൊണ്ട് എനിക്ക് ഇത് ഉടനെ നിങ്ങൾ പറയുന്ന ടൈമിൽ അവർ പറയുന്ന ടൈമിൽ എനിക്ക് അങ്ങോട്ട് അവരെ ഫ്രണ്ടിൽ നിന്ന് എത്തപ്പെടാനാണെന്നുള്ളത് എനിക്ക് പറ്റത്തില്ല. കാരണം എനിക്ക് എൻ്റെ ടൈമുണ്ട്, എനിക്ക് വരാനും പറ്റത്തുള്ളൂ. പിന്നെ അത്രയും കാത്തിട്ട് നിൽക്കേണ്ടത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട. അപ്പോൾ അതിനെല്ലാതും കൂടുതൽ ഞാനൊരു വീഡിയോ ആയിട്ട് എനിക്ക് അവരുടെ നിന്ന് പറയണമെന്ന് തോന്നി. എനിക്കിത് സംസാരിക്കാം, എനിക്കിത് കാര്യം എന്താണെന്നുള്ളത് പറയണമെന്ന് തോന്നി. പിന്നെ കോമൺ ആയിട്ട് എൻ്റെ വീഡിയോ കണ്ട ആൾക്കാർക്കും ചെറിയ തെറ്റിദ്ധാരണകൾ ഇപ്പം എനിക്ക് അങ്ങനെ വലിയ ഇഷ്യൂസ് ഉണ്ടായോ എന്നുള്ളതിൽ തോന്നിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ വലിയ ഇഷ്യൂസ് അങ്ങനെ ഉണ്ടായിട്ടല്ല. നന്നായിട്ട് സഹകരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, എൻ്റെ കുടുംബം നല്ല സഹായിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരെയൊക്കെ ഓരോരുത്തരെ പറഞ്ഞ് തിരിപ്പിക്കുകയാണ് ഇതിലൂടെ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് എന്ത് നേട്ടമാണ് അങ്ങനെ ചെയ്യുന്നതിലൂടെ കിട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല. ഈവൻ ഇപ്പോൾ ഞാൻ അവിടെ ഒരു ഒരു മോൺസ്റ്ററായിട്ടൊരു മാറിയിരിക്കുകയാണ്. അത് വ്യക്തിപരമായിട്ട് ഞാൻ എൻ്റെ ഒരു കാര്യം, എൻ്റെ ഒരു പേഴ്സണൽ ലൈഫ് ഞാൻ പറഞ്ഞതിൻ്റെ പേരിലാണ് എനിക്ക് ഇങ്ങനെ ഒരു ഹാരാസ്മെൻറ്റ് ഉണ്ടായത്. അപ്പോൾ അത് ഈ കൂടുതലും എൻ്റെ വീട്ടുകാരാണ് അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് എൻ്റെ വീട്ടുകാർക്കാണ് അത് കുറച്ചതായിട്ട് അവരൊക്കെ കുറേ സംസാരിച്ചപ്പോഴത്തേക്ക് എനിക്കിതാണ് മനസ്സിലായത്. അപ്പോൾ എൻ്റെ അടുത്ത് വീഡിയോ ഡിലീറ്റ് ചെയ്യാനും അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളാം ഇങ്ങനെ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ടോർച്ചറിങ്ങും ഒരു ഭീഷണിയൊക്കെ എനിക്ക് നേരിടേണ്ടി വന്നു. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഒരു റൈറ്റ് റീസൺ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തത് തന്നെ. അല്ലാതെ അതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ എനിക്ക് പ്രത്യേകിച്ച് കുറച്ച് നെഗറ്റീവ് കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതായിട്ടുള്ളതൊന്നല്ല. എന്ന് വെച്ചിട്ട് ഇപ്പം ഞാൻ നിൽക്കുന്നത് അങ്ങനെ ഒരു ഭയങ്കര മോശപ്പെട്ട ഫാമിലിയിൽ നിന്നല്ല. എല്ലാവരും ഉണ്ട്, പക്ഷേ എന്ന് പറഞ്ഞാൽ ഫാമിലിയിലുള്ള എനിക്ക് നമുക്ക് ആരും നന്നാക്കാനൊന്നും പറ്റത്തൊന്നുമില്ല, അത് അവരുടെ ഇതാണ്. പിന്നെ ഫാമിലിയിലുള്ളൊരു ഇഷ്യൂ ഇങ്ങനെ ഉണ്ട്, പക്ഷേ അത് എൻ്റെ ലൈഫിൽ എൻ്റെ പേഴ്സണൽ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ മറ്റൊരു വ്യക്തികളുടെ പേഴ്സണൽ ലൈഫ് ഞാൻ ഇതിലോട്ട് കൊണ്ടിട്ടിട്ടില്ല.
ചെയ്തിട്ടില്ല. അവരാരുടെയും പേഴ്സണൽ കാര്യങ്ങളോ അല്ലെങ്കിൽ പേഴ്സണൽ ഇതാക്കി ഞാൻ ഇടുകയോ അല്ലെങ്കിൽ അവരെ പറ്റി ഇതാക്കി ഞാൻ അധികം അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ലൈഫ് എനിക്ക് ഓപ്പണായിട്ട് എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്തിരുന്നു. അതാണ് ആ ഒരു നേരത്തെ കണ്ട ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നത്. ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ബുള്ളിങ് ഉണ്ടായി, ഒരുപാട് ഭീഷണികളൊക്കെ എൻ്റെ വീട്ടുകാർക്ക് എടുത്ത് കാണിക്കുകയുണ്ടായി. അത് ചോദിക്കാന്നുള്ളത്. പക്ഷേ റൈറ്റ് റീസൺ ഇതാണ്. കാര്യം സംസാരിക്കുന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ടുള്ള ന്യായം ഉണ്ടെങ്കിൽ ന്യായമായിട്ട് തന്നെ ഞാൻ സംസാരിക്കത്തുള്ളൂ. അതിലപ്പുറം സംസാരിച്ച് നിൽക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ നമ്മൾ പണ്ട് എന്തോ ചെയ്ത കാര്യങ്ങളും പണ്ട് നൂറ്റാണ്ടുകൾക്ക് ചെയ്ത കാര്യങ്ങളും അതൊക്കെയാണ്. ഇതാണ് ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു അടി ഉണ്ടായാൽ തന്നെ പണ്ട് നൂറ്റാണ്ടുകൾക്ക് നടന്ന കാര്യങ്ങൾ അവരെ എടുത്തിട്ട് അല്ലെങ്കിൽ കൊണ്ടിരിക്കും. കാരണം ബാധിച്ച് ജയിച്ച് നിൽക്കണ്ടേ. പക്ഷേ അത് റൈറ്റ് റീസണിലോട്ട് കൊണ്ടെത്തിക്കത്തില്ല. അതുപോലെ എനിക്ക് നിൽക്കാനായിട്ട് താല്പര്യം. ഞാൻ എന്തെങ്കിലും ന്യായം ഉണ്ടെങ്കിൽ ആ കാര്യത്തിന് വേണ്ടി എനിക്ക് സംസാരിക്കാൻ കൂടുതൽ താല്പര്യം. പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. കാരണം എനിക്കത്ര ബുള്ളിങ്ങും എനിക്കത്ര ഹാരാസ്മെൻറ്റ് എനിക്ക് ഭീഷണി എനിക്ക് നേരിട്ടത് കൊണ്ടാണ് ഇത് പുറമേ എനിക്കൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇവിടെ നിന്നൊക്കെ ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് എനിക്കത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം തോന്നിയത് കൊണ്ടാണ് ഞാനൊരു വീഡിയോ ഇട്ടത്. പലരായിട്ട് ഞാൻ അങ്ങനെ കോൺടാക്റ്റ് ചെയ്തില്ല. കാരണം എനിക്കിത് വീഡിയോ ചെയ്തിടാനുള്ള ടൈം എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ട് ഞാനിത് ഇത്ര ലാഗ് അടിച്ചത്. ഇപ്പോൾ ടൈം കിട്ടിയപ്പോഴത്തേക്കും ഞാനിത് റെക്കോർഡ് ചെയ്തതും അപ്പോൾ എനിക്കത് ഷെയർ ചെയ്യണം തോന്നി. കാരണം എന്നെക്കുറിച്ചുള്ളൊരു നെഗറ്റീവ് ആരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല. ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത് തന്നെ. നല്ലത് ചെയ്യുമ്പോഴത്തേക്ക് പിടിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അതുപോലെയൊക്കെയാണ്. പക്ഷേ ഇതിപ്പോൾ എനിക്ക് മാത്രമല്ല, ഒരുപാട് ബുള്ളിങ് ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ എനിക്ക് അത് നിങ്ങളുടെ ഷെയർ ചെയ്യണം തോന്നി, അത് ഞാൻ ഷെയർ ചെയ്തോളൂ. പിന്നെ ഞാൻ നന്നായിട്ടിരിക്കുന്ന വീഡിയോ അങ്ങനെ ഇടുക എന്നുള്ളത് അതൊക്കെ എന്തിനാണ്? ഞാൻ ഒരു ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കുന്നതോ അല്ലെങ്കിൽ ഞാൻ പുറത്ത് പോയിട്ട് ഇങ്ങനെ കറങ്ങാൻ പോകുന്നതോ എല്ലാം ഞാൻ ഇത് തുറന്നിടണമെന്നുണ്ട്. ഞാനൊരു പിസ്സ മേടിച്ചാൽ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ മേടിച്ചിട്ടില്ല. ഞാൻ പിസ്സ മേടിച്ചാലും ചിക്കൻ ബിരിയാണി മേടിച്ചാലും നല്ല ഒരു കടയാണെന്നുണ്ടെങ്കിൽ ഞാൻ കട പ്രേക്ഷകർക്ക് മറ്റുള്ള ആൾക്കാർക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നതിൽ എനിക്ക് തെറ്റില്ല. പിന്നെ ഒരു സ്റ്റാറ്റസ് ഇടുന്നതിൽ അല്ലെങ്കിൽ ആ ഫുഡിൻ്റെ അല്ലെങ്കിൽ എന്താ പറയുക എൻ്റെ വൺ ഡേ ഡെയിലി ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നമില്ല. ബട്ട് ഞാൻ എല്ലാത്തിനും ഞാൻ ഇന്നടുത്ത് ഇങ്ങനെയാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത്, ഞാൻ ഇങ്ങനെയാണ് എൻ്റെ ലൈഫ് ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ ഫുഡാണ് ഞാൻ കഴിക്കുന്നത്. ഈവൻ ഞാൻ കഴിച്ചില്ലെങ്കിൽ ഞാൻ അത് ആൾക്കാരെ ബോധിപ്പിക്കാനായിട്ട് ഫുഡ് ഫുഡ് അങ്ങനെ ഇടുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എവിടെയെങ്കിലും കറങ്ങാൻ പോകുമ്പോഴത്തേക്കുള്ള അതിൻ്റെ ഫുൾ വീഡിയോസ് ഞാൻ ഇങ്ങനെയാണ് എൻ്റെ ലൈഫ് ഇങ്ങനെയാണെന്നുള്ളത് കാണിക്കാനായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നില്ല. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു ഭയങ്കര വെൽ സെറ്റിൽഡാണ്, ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് 56 കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും ഓപ്പണാക്കി കാണിക്കേണ്ട ഒരു കാര്യമില്ല. സോഷ്യൽ മീഡിയയിൽ എനിക്കെല്ലാം കാണിക്കണമെന്നില്ല. അത് ഒരു വ്യക്തിയുടെ ഇതാണ്, അത് മനസ്സിലാക്കുക. അപ്പോൾ ഞാനൊരു വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ അത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ എങ്ങനത്തെ വീഡിയോസ് ഇടണം, ഞാൻ എങ്ങനെ വീഡിയോ ചെയ്യണം എന്നുള്ളൊക്കെ ഒരു വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ചിലപ്പോൾ ഒരു വീഡിയോ എടുക്കുന്ന നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ഞാൻ അങ്ങനെയല്ല എന്നുള്ളത്. ബട്ട് ഒരു വ്യക്തി വീഡിയോ ഇടുന്നത് പിന്നെ ആൾ പറഞ്ഞിരുന്നാലും ആൾ 2 തവണ ചിന്തിച്ചിട്ടേ ഇടത്തുള്ളൂ. കാരണം അത് ഇടണോ വേണ്ടെന്നുള്ളത് ആ വീഡിയോ എടുത്താൽ ശരിയായിരിക്കും, അല്ലെങ്കിൽ ആ വീഡിയോ കൊണ്ട് ആൾക്ക് എന്തെങ്കിലും ഇതുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫാമിലിയുടെ വീഡിയോസോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കഷ്ടപ്പാടിൻ്റെ വീഡിയോസോ അല്ലെങ്കിൽ എന്തെങ്കിലും ലൈഫ് സ്റ്റോറി കിട്ടുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്കത് ചൂസ് ചെയ്യാം, അത് റെക്കമെൻഡ് ചെയ്യുന്നതിലൊരു കുഴപ്പമില്ല. ബട്ട് ഒരു നെഗറ്റീവ് എടുക്കാനായിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് ഹനിക്കാനായിട്ടൊന്നും ഞാനൊരു വീഡിയോ എടുക്കുന്നതായിട്ട് അത് നല്ലതാണെന്ന് ഞാൻ കരുതുന്നില്ല. വീഡിയോ എടുക്കുന്നത് നല്ലതാണെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിന് എനിക്ക് പറയാനുള്ളത്, അങ്ങനെ ഒരു മോശപ്പെട്ട ഫാമിലി എന്നല്ല ഞാൻ അങ്ങനെ ഇരിക്കുന്നു. എൻ്റെ ഫാമിലിയിൽ എല്ലാവരും അങ്ങനെ മോശമാണ്. ഞാനങ്ങനെ വീഡിയോ ഇട്ടുള്ള പേരിൽ അങ്ങനെ പേടിച്ചു അല്ലെങ്കിൽ അവർ പറഞ്ഞുകൊണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ മോശപ്പെട്ട ഫാമിലി ആയിട്ടല്ല ഞാൻ പറയുന്നത്. എനിക്കൊരു കാര്യം പറയാനുള്ളത്, എല്ലാ ഫാമിലിയിലും അവർ ഒരു കുറേ എന്താ പറയുക കുശുമ്പും കുന്നായ്മകളും പലതര പ്രശ്നങ്ങളും ഇഷ്യൂസ് എല്ലാം ഉണ്ടായിരിക്കും. അത് ഒരുപാടുണ്ട്. പക്ഷേ ഇപ്പം അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ ഫാമിലിയിലും ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഞങ്ങൾ ഇത്തിരി ചെറിയൊരു രീതിയിൽ കൂടിപ്പോയെന്ന് മാത്രം. ഒരു അണ്ടർസ്റ്റാൻഡിങ് ചെയ്യാനായിട്ടുള്ള ഒരു ഇത് പലർക്കുമില്ല. പലരൊക്കെ വീണ്ടും പഴയ കാലത്തുള്ളൂ ജീവിക്കുന്നുള്ളൊരു ആ ഒരു മൈൻഡ് വെച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് പോകുന്നത്. അപ്പോൾ അത് എനിക്ക് ഒരു കുറ്റം പറയില്ല, കാരണം അവരെ നന്നാക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല. അവിടെ നമ്മൾ അവരെ നന്നാക്കാൻ പോണേക്കാളും നമ്മൾ സ്വയം മാറി നിന്നിട്ട് നമ്മൾ അതിന് പോവാതെ നമ്മളൊന്നും ഗവനിക്കാതിരിക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഞാനും അങ്ങനെ പോകുന്നുള്ളൂ. അപ്പോൾ ഗായ്സ്, എനിക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ ഞാൻ നല്ല വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ നോക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നല്ല കണ്ടൻസ് ഞാൻ സമയം കിട്ടുമ്പോൾ തന്നെ മാക്സിമം സമയം എടുത്തിട്ട് ഞാൻ പുതിയ കണ്ടൻസ് ഞാൻ നല്ല കണ്ടൻസ് ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ലവ് യു.